എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. 1.5 മണിക്കൂർ വാർത്തയും വർത്തമാനവുമായി നമ്മൾ മുന്നോട്ട് പോകും. ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഡെൻസൺ കെ ഡാനിയൽ, ജാസ്മിൻ PR നന്ദനൻ, ജിജു ഡാനിയൽ ഒക്കെ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നു. എല്ലാവർക്കും തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ. സോണി വർഗീസും ജോസ്വിനും അർച്ചന നിഷാദും ഒക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അജിത് കുമാർ, അങ്ങനെ ഒട്ടേറെ ആളുകൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ. ഹാഷ്മി എവിടെ എന്നുള്ള ചോദ്യം ഒട്ടേറെ പേർ ചോദിക്കുന്നുണ്ട്. ഹാഷ്മിക്ക് ചെറിയൊരു പനിക്കോൾ, അതുകൊണ്ട് ഇന്ന് ഹാഷ്മി എത്തിയിട്ടില്ല. അതുകൊണ്ട് പകരമായി ഈ വേദിയിൽ വരേണ്ടി വന്നതാണ്. ഏതായാലും ഗുഡ് ആഫ്റ്റർനൂൺ അറിയിച്ചവർക്കെല്ലാം ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് നമ്മൾ വാർത്താലോകത്തേക്ക് കടക്കുന്നു. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. ഇത്തരത്തിലൊരു ക്ഷണം കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. പങ്കെടുത്താലും ഇല്ലെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലാണെന്ന് പറയേണ്ടി വരും. പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ക്ഷണം ലഭിച്ചവരാണെന്നും പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല എന്നും ഡോക്ടർ ശശി തരൂർ MP 24നോട് പറഞ്ഞു. ചടങ്ങിനില്ല എന്ന് പ്രഖ്യാപിച്ച CPIM-നെ പ്രശംസിച്ചും നിലപാടെടുക്കാത്ത കോൺഗ്രസിനെ വിമർശിച്ചും സമസ്ത മുഖപത്രം ഇതിനിടെ മുഖപ്രസംഗം എഴുതി. അയോധ്യയിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണക്കത്ത് വെട്ടിലാക്കിയത് കോൺഗ്രസിനെ. ക്ഷണം തള്ളാനും കൊള്ളാനും കഴിയാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസ്. മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി തുടങ്ങിയ നേതാക്കൾക്കാണ് ക്ഷണം. ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ അകലുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വാദം. BJP-യുടെ കരുത്തുകാട്ടാനുള്ള പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് മറുവിഭാഗവും പറയുന്നു. പങ്കെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ. അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ പറഞ്ഞതല്ലോ ഒരു ഉത്തരം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യഥാസമയം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. വലിയ ഇതിപ്പോ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ചത്. ഇതാണ് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. ഈ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം കണ്ടിട്ടുണ്ടായിരുന്നു വീടി. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് വ്യക്തമായ മറുപടി ഡോക്ടർ ശശി തരൂർ MP-യും നൽകിയില്ല. ക്ഷണിച്ചവർക്കല്ലേ പോകാൻ സാധിക്കുള്ളത്. ബൈ ഇൻവിറ്റേഷൻ ഓൺലി ആയ ഒരു ചടങ്ങാണ്. ഞങ്ങളുടെ 3-4 നേതാക്കളെ ക്ഷണിച്ചിട്ടുള്ളൂ. ഈ പാർട്ടി എടുത്ത തീരുമാനം ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന നിലപാടാണ് കോൺഗ്രസിന്റെ കേരള നേതാക്കൾക്ക്. അവർ ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗമെഴുതി. പള്ളി പൊളിച്ചെടുത്ത് കാലുവെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിലെഴുതിയ മുഖപ്രസംഗത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ്. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയുടെ ആർജവവും സ്ഥൈര്യവും സോണിയാഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖപ്രസംഗത്തിലുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോ 24. ഏതായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. എല്ലാ മതനേതാക്കളും പങ്കെടുക്കണം, അതാണ് ശരി, അതാണ് മതേതരത്വം എന്നിങ്ങനെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടക്കുന്നു. കബീർ അഹമ്മദാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. കൂടുതൽ പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. അയോധ്യയിൽ മറ്റാരും പങ്കെടുക്കരുത് എന്നാണ് BJP-യുടെ ആഗ്രഹം. അതുവഴി വോട്ടാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നാണ് ഇർഷാദ് പറയുന്നത്. അതുപോലെ ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. ഏതായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ വ്യക്തമായൊരു നിലപാട് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അത് എങ്ങനെ ബാധിക്കുമെന്നുള്ള ആശങ്ക അവർക്കുണ്ട്. കേരളത്തിലെ നേതാക്കളുടെ പ്രതികരണങ്ങളും സൂചിപ്പിക്കുന്നത് അതാണ്. നമ്മളടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. ഇത് നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു. അത് കൊച്ചിയിലാണ് ഉണ്ടായത്. ആ വിഷയത്തിൽ ഇന്ന് കോടതിയുടെ വിധി വന്നിരിക്കുന്നു. കൊടും ക്രൂരത നടത്തിയത് പിതാവ് തന്നെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആ വാർത്തയിലേക്ക്. കൊച്ചിയിൽ 10 വയസ്സുകാരി വൈഗയെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് സനു മോഹൻ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. ശിക്ഷ 2:30 പ്രഖ്യാപിക്കും. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതി ജഡ്ജ് K. സോമനാണ് വിധി പ്രസ്താവിച്ചത്. 10 വയസ്സുകാരി വൈഗയെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് സനു മോഹൻ കുറ്റക്കാരനെന്ന് വിധിച്ച കോടതി പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റവും തെളിഞ്ഞതായി വ്യക്തമാക്കി. കൊലപാതകം, കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശ്യത്തോടെ മദ്യം നൽകൽ, തെളിവ് നശിപ്പിക്കൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വിവിധ വകുപ്പുകൾ പ്രതിക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. അതേസമയം അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നും വധശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. ആദ്യമായല്ല ഇത്തരം കേസെന്നും അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കരുതെന്നും പ്രതിഭാഗം പ്രതിരോധിച്ചു. ശിക്ഷ ഉച്ചയ്ക്ക് 2:30 പ്രഖ്യാപിക്കും.
2021 മാർച്ച് 21-നാണ് 10 വയസ്സ് പ്രായമുള്ള മകളെ മദ്യം നൽകി ശ്വാസം മുട്ടിച്ച് ബോധരഹിതയാക്കിയ ശേഷം പിതാവ് പുഴയിലെറിഞ്ഞു കൊന്നത്. 24 കൊച്ചി. പ്രധാനപ്പെട്ട ഒരു ശിക്ഷാവിധി, എന്ത് ശിക്ഷ കിട്ടും ഈ പിതാവിന് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, 2:30 വിധി വരാനിരിക്കുകയാണ്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ശ്രീകാന്ത്? അല്പസമയത്തിനകം, കൃത്യമായി പറയുകയാണെങ്കിൽ ഇനിയൊരു 1.5 മണിക്കൂറിൽ താഴെയുള്ളൂ ഈ വൈഗ കുലക്കേസിൽ പ്രതിയായ അച്ഛൻ്റെ പിതാവിൻ്റെ ശിക്ഷ എന്ത് എന്നുള്ളത് അറിയാൻ. സനു മോഹൻ കുറ്റക്കാരനെന്ന് അല്പസമയം മുമ്പ് പ്രത്യേക കോടതി ജഡ്ജ് കെ സോമൻ വിധിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന ഒട്ടുമിക്ക വകുപ്പുകളെല്ലാം ഇയാൾക്കെതിരെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്നാണ് കോടതി കണ്ടെത്തിയത്. കൊലപാതകം, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി മദ്യം നൽകൽ, തെളിവ് നശിപ്പിക്കൽ, ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വിവിധ വകുപ്പുകൾ എല്ലാം തന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പരമാവധി ശിക്ഷ, അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കണ്ടെത്തി ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പക്ഷേ പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവം ആയ കേസെന്ന് പരിഗണിക്കാനാകില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപും മക്കളെ പിതാക്കന്മാർ കൊന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, വലിയ കടബാധ്യതയെ തുടർന്നാണ് പ്രതിക്ക് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത്. ശേഷം ഇയാൾ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചു എന്നും പ്രതിഭാഗം ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ശിക്ഷ ഇളവുണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. കോടതിയാണ് തീരുമാനിക്കുന്നത്. 2:30 പ്രതിക്ക് എന്താണ് ശിക്ഷയെന്ന്. ശ്രീകാന്ത്, ഈ പോലീസ് ചുമത്തിയ എല്ലാ വകുപ്പുകളിലും അതെല്ലാം തെളിഞ്ഞുവെന്നാണ് കോടതി ഈ ആദ്യ വിധിയിൽ പറയുന്നത്. തീർച്ചയായും IPC 302, 328, 201, ജുവൈനൽ ജസ്റ്റിസ് ആക്ട് 75, 77 ഉൾപ്പെടെ ഇയാൾക്കെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകളും, എല്ലാ കുറ്റങ്ങളും തെളിയിക്കാൻ പോലീസിന് സാധിച്ചു, പ്രോസിക്യൂഷന് സാധിച്ചു എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകൽ, ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ മുഴുവൻ കുറ്റങ്ങളും ഇയാൾക്കെതിരെ ചുമത്തിയത് തെളിയിക്കാൻ പോലീസിന് സാധിച്ചു, പ്രോസിക്യൂഷന് സാധിച്ചു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാലാണ് പരമാവധി ശിക്ഷയായ വധശിക്ഷ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ നിലവിൽ ഈ വിചാരണാ ഘട്ടത്തിലും ഏറ്റവും ഒടുവിൽ ശിക്ഷയിന്മേൽ നടന്ന വാദത്തിനിടയിലും കോടതിയുടെ ഒരു മൂഡ് കാണുമ്പോൾ വധശിക്ഷയ്ക്കുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നില്ല. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അത് കോടതിയുടെ വിവേചനാധികാരമാണ്. ഇനിയും ഒരല്പസമയം കാത്തിരുന്നാൽ മതി ആ വിധി അറിയാം. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു അത്. 2:30 ഇക്കാര്യത്തിൽ എന്ത് ശിക്ഷ എന്നുള്ളത് അറിയാൻ കഴിയും. കോടതി ശിക്ഷ വിധിക്കും. നമ്മളിനി പോകുന്നത് ആ സംഭവത്തിൻ്റെ ഒരു നാൾവഴിയിലേക്കാണ്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, നമ്മൾ ഒരിക്കൽ കൂടി അതിലേക്ക് പോവുകയാണ്. 1 വർഷം നീണ്ട വിചാരണക്കൊടുവിലാണ് ഇപ്പോൾ ഈ വൈഗ കേസിൽ പിതാവ് സനു മോഹൻ കുറ്റക്കാരനെന്ന് എറണാകുളത്തെ പ്രത്യേക കോടതിയുടെ കണ്ടെത്തൽ വരുന്നത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ കേസിന്റെ നാൾവഴിയിലേക്ക്. മുട്ടാർ പുഴയിലെറിഞ്ഞ പിതാവ് കൊലപ്പെടുത്തിയ 11-കാരി വൈഗയെ നമ്മൾ എങ്ങനെ മറക്കും? 2021 മാർച്ച് 21-നായിരുന്നു മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ആ കൊലപാതകം. കോടികളുടെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സനു മോഹൻ എന്ന ക്രൂരപിതാവ് കണ്ടെത്തിയ ഉപായം. 2021 മാർച്ച് 21 രാത്രി 7:30 തൃക്കുന്നപ്പുഴയിലെ ബന്ധുവീട്ടിൽ നിന്ന് മകൾ വൈഗയുമായി സനു മോഹൻ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. 9:30 കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലെത്തി. ഫ്ളാറ്റിൽ വെച്ചാണ് പ്രതി കുട്ടിയെ ബോധരഹിതയാക്കുന്നത്. പിന്നാലെ പുതപ്പിൽ പൊതിഞ്ഞ കാറിൽ കയറ്റി. അതിനുശേഷമാണ് പുഴയിൽ ഉപേക്ഷിച്ച കടന്നുകളഞ്ഞത്. പിറ്റേ ദിവസം, അതായത് മാർച്ച് 22 വൈഗയുടെ മൃതദേഹം ഗ്ലാസ് ഫാക്ടറി പാലത്തിന് സമീപം കണ്ടെത്തി. പ്രതി അതിനോടകം തന്നെ തമിഴ്നാട്ടിലേക്ക്, അവിടെ നിന്ന് കർണാടകത്തിലേക്കും കടന്നിരുന്നു. ഇയാളുടെ കാറ് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഏപ്രിൽ 18 കാർവാൻ ബീച്ചിൽ നിന്ന് പ്രതിയെ പിടികൂടി. കടബാധ്യതയും സാമ്പത്തിക തട്ടിപ്പു കേസും. അങ്ങനെയാണ് പൂനെയിൽ നിന്ന് സനു മോഹൻ കുടുംബവുമായി നാട്ടിലേക്ക് തിരിക്കുന്നത്. അമിത മദ്യപാനം, ചൂതാട്ടം, ഈ 2 കാരണങ്ങളും കടക്കെണിക്ക് വഴിവെച്ചു. കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്ത ദിവസം പോലും സനു മോഹൻ ചൂതാട്ട കേന്ദ്രത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കടക്കെണികളിൽ നിന്ന് ഓടിയൊളിച്ച സുകുമാരക്കുറുപ്പിനെ പോലെ ജീവിക്കുകയായിരുന്നു സനു മോഹന്റെ ലക്ഷ്യം. തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിലായിരുന്നു കൊലപാതകം നടന്നത്.
അന്നത്തെ കൊച്ചി DCP ആയിരുന്ന ഐശ്വര്യ ഡോങ്റെ, തൃക്കാക്കര ACP K ശ്രീകുമാർ, സ്റ്റേഷൻ SHO R ധനപാലൻ തുടങ്ങിയവർക്കായിരുന്നു അന്വേഷണ ചുമതല. 3400 പേജുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു. 98 സാക്ഷികളും 150ഓളം തെളിവുകളും ഉണ്ടായിരുന്നു. സനുമോഹൻ എന്ന ക്രൂരനായ പിതാവിൻ്റെ ചൂതാട്ടവും മദ്യപാനാസക്തിയും സ്വാർത്ഥ താൽപ്പര്യങ്ങളും കാരണം ജീവൻ നഷ്ടമായത് 11-കാരിയായ സ്വന്തം മകൾക്ക്. കേസ് പരിഗണിക്കുന്ന കോടതി പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് അലോഷിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. നാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു. 2:30 അതിലെ ശിക്ഷാവിധി വരികയാണ്. എന്ത് ശിക്ഷ കോടതി വിധിക്കുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. പരമാവധി ശിക്ഷ വേണം എന്നുള്ളതാണ് പതിവ് തന്നെ പ്രോസിക്യൂഷൻ ഈ കേസിലും ആവശ്യപ്പെടുന്നത്. വൈഷ്ണവിയുടെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിറന്നാൾ ആശംസകൾ വൈഷ്ണവിക്ക് നൽകുകയാണ്. ഹാഷ്മി എവിടെ എന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. മിസ് യു ഹാഷ്മി ടുഡേ എന്നാണ് ശ്രീവിദ്യ സതീഷ് കുമാർ പറയുന്നത്. ഹാഷ്മി അടുത്ത ദിവസം വരും ശ്രീവിദ്യ, അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ ഒട്ടേറെ ആളുകൾക്ക് ഹാഷ്മി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കിടക്കുന്നു. ശബരിമലയിൽ ഭക്തജന തിരക്കായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ഡലപൂജ നടക്കുകയാണ്. മണ്ഡലപൂജയുടെ പുണ്യം. അങ്ങനെ മണ്ഡലകാല തീർത്ഥാടനം അവസാന ഘട്ടത്തിലേക്ക്. മണ്ഡലപൂജ നടന്നു. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഈ ചടങ്ങുകളൊക്കെ നടന്നത്. രാത്രി ഹരിവരാസനം പാടി നടയടച്ചാൽ മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-ന് നട വീണ്ടും തുറക്കും. പത്ത് 30-നും 11:30-നും ഇടയിലായിരുന്നു തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. ആയിരങ്ങളാണ് ദർശനം നടത്തിയത്. തന്ത്രി മഹേഷ് മോഹനരുടെയും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഇന്ന് നടയടക്കുന്നതിനാൽ പ്രതീക്ഷിച്ച തിരക്ക് സന്നിധാനത്തുണ്ടായില്ല. പരിമിതികൾക്കിടയിലും മികച്ച രീതിയിൽ മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന പരാതി ആദ്യം കേട്ടെങ്കിലും അവസാന ദിവസങ്ങളിൽ അത് പരിഹരിക്കാൻ ദേവസ്വം ബോർഡിനും പോലീസിനും കഴിഞ്ഞു. രാത്രി ഹരിവരാസനം പാടി നടയടക്കുന്നതോടെ ഈ മണ്ഡലകാലത്തിന് സമാപനമാകും. ഇനി മകരവിളക്ക് മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പ്. ജനുവരി 13-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടും. ജനുവരി 15-നാണ് ഇത്തവണത്തെ മകരവിളക്ക്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. വാർത്ത പോകുന്ന സമയത്ത് കമന്റുകൾ ഇങ്ങനെ വായിക്കുകയായിരുന്നു. അപ്പോൾ നിസാം പറയുന്നത് 24 അനുകൂലമായി വരുന്ന മെസ്സേജുകളൊക്കെ വായിക്കും, അല്ലാത്ത വായിക്കാറില്ല എന്നുള്ളതാണ്. നിസാം അല്ലാത്തൊരു മെസ്സേജ് അയച്ചു നോക്കും, നമുക്ക് നോക്കാം വായിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കമന്റുകൾ, അത് വിമർശനമായാലും അനുകൂല നിലപാടായതും അത് ഈ പരിപാടിയുടെ ഭാഗമായി ഉൾക്കൊള്ളിക്കുന്നതാണ്. അങ്ങനെ അനുകൂല മെസ്സേജുകൾ മാത്രം അത് പരിപാടിയുടെ ഭാഗമാക്കുക എന്നൊരു നയം 24-നില്ല, അങ്ങനെ ചെയ്യാറുമില്ല. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണ്. 2ാം ഘട്ട ഭാരത് ജോഡോയ്ക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇതിന്റെ പ്രഖ്യാപനം ഇന്ന് നടന്നു. ഭാരത് ജോഡോ യാത്രയുടെ 1ാം ഘട്ടം നമ്മൾ കണ്ടതാണ്. അത് കന്യാകുമാരി മുതൽ കശ്മീർ വരെയായിരുന്നു. ഇപ്പോൾ 2ാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ്. ജനുവരി 14-ന് മണിപ്പൂരിൽ നിന്ന് ഭാരത് ന്യായ് യാത്ര തുടങ്ങും. 14 സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര കടന്നുപോകും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ യാത്ര ബാധിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ഭാരത് ന്യായ് യാത്ര എന്നാണ് 2ാം പതിപ്പിന്റെ പേര്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യും. മണിപ്പൂർ, നാഗാലാൻഡ്, അസം, ബംഗാൾ, മധ്യപ്രദേശ്, UP, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങി 14 സംസ്ഥാനങ്ങളിലെ 85 ജില്ലകളിൽ സഞ്ചരിച്ച് മാർച്ച് 20-ന് മുംബൈയിൽ സമാപിക്കും. All India Congress Committee has decided to hold a Bharat Nyaya Yatra from January 14 to March 20th from Manipur to Mumbai. This yatra will cover a distance of 6,200 kilometers. This yatra is covering 14 states and 85 districts. ഭാരത് ജോഡോ യാത്ര പൂർണ്ണമായും പദയാത്രയായിരുന്നെങ്കിൽ ഭാരത് ന്യായ് യാത്ര ബസ്സിലും സഞ്ചരിക്കും. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ യാത്രയിൽ പങ്കെടുപ്പിക്കാനും ആലോചനയുണ്ട്. മണിപ്പൂരിന്റെ മുറിവുകൾ ഇന്ത്യയിലെ ഓരോ പൗരനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റ മുറിവുകളല്ലേ. ജനങ്ങളിൽ സ്നേഹം വളർത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്.
അപ്പോൾ മണിപ്പൂരിൽ യാത്രയില്ലാതെ നടത്തിയാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? അപ്പോൾ മണിപ്പൂരിൽ തന്നെ തുടങ്ങണമെന്നുള്ളത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. യാത്ര തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ല എന്ന് നേതൃത്വം വ്യക്തമാക്കുമ്പോഴും മണിപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കർണാടകയിലെ നേട്ടവും മറ്റ് സംസ്ഥാനങ്ങളിലെ തിരിച്ചടിയും കൂടി മുന്നിൽ കണ്ടാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ രാഹുൽ ഗാന്ധിയുടെ യാത്ര. 24 ഡൽഹി. ഒട്ടേറെ പേർ വീണ്ടും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. സഹദേവൻ സി ഗുഡ് ആഫ്റ്റർനൂൺ ഉമേഷ് എന്ന് പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സഹദേവൻ. വസന്തകുമാരി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഒപ്പം ഹാഷ്മി ഒരു ആശയമാണ്, അതൊരു വികാരമാണ്, 24-ന് നന്ദി എന്നിങ്ങനെയാണ് മുഹമ്മദ് മൊയ്തീൻ്റെ പ്രതികരണം. ഹാഷ്മി നമ്മുടെ കേരയിൽ എന്തായി വല്ലതും നടക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അഷ്റഫ്. എന്ന് ഹാഷ്മി ഇല്ല അഷ്റഫ്, കേരളിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ലാതെ സർക്കാർ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. നടക്കില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇപ്പോഴും സജീവമായി തന്നെ അന്തരീക്ഷത്തിലുണ്ട്. എന്ത് നടക്കും എന്നുള്ളത് ഇനി അറിയുന്നില്ല. ഗുഡ് ആഫ്റ്റർനൂൺ ഉമേഷ് എന്ന ശ്രീയയുടെ കമൻറ്റ് വരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീയ. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ സജീവമായി തന്നെ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. നവകേരള യാത്രക്കിടയിലുണ്ടായ ഷൂവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. കേസിനെ ന്യായീകരിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നിലപാടിനെതിരെയും വിമർശനം ഉയരുകയാണ്. CDR പുറത്തുവന്നതോടെ പോലീസും ഇപ്പോൾ കുരുക്കിലാണ്. വിനീത വിജിക്കെതിരായ കേസിൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമാവുകയാണ്. കേസ് നീതിക്ക് നിരക്കാത്തതെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് 24നോട് പറഞ്ഞു. CDR പുറത്തുവിട്ടത് ഗുരുതര കുറ്റകൃത്യമെന്നും നൂർബിന റഷീദ്. മുഖ്യമന്ത്രിയുടെ കൈകളിലുള്ള പാവകളായി മാറിക്കൊണ്ടിരിക്കുകയാണിത് പോലീസും പോലീസ് സംവിധാനങ്ങളും. അപ്പോൾ തീർത്തും അത്തരം കാര്യങ്ങളൊന്നും പോലീസൊന്നും ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങളാണ്. അപ്പോൾ തീർത്തും തെറ്റായ നടപടികളാണ്. നിയമത്തിന്റെ മുന്നിൽ അതും കുറ്റകൃത്യമാണ്. പോലീസ് നടപടി ഫാസിസമെന്ന് സമസ്ത നേതാവ് അബ്ദു സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന ശൈലി അംഗീകരിക്കാൻ കഴിയില്ലെന്നും അബ്ദു സമദ് പൂക്കോട്ടൂർ. വിമർശനങ്ങൾ അവഗണിക്കുക അല്ലെങ്കിൽ വിമർശനങ്ങളെ തിരുത്തുക മുതലായ കാര്യങ്ങളല്ലാതെ അതിനെ പാടെ അവഗണിക്കുന്നതിന് പകരം അടിച്ചമർത്തുന്ന ഒരു ശൈലി സ്വീകരിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം CDR CPIM നേതാക്കൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതോടെ പോലീസും കുരുക്കിലായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഇപ്പോൾ സർക്കാർ യോഗം വിളിച്ചിരിക്കുകയാണ്. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ആണ് ഈ യോഗം. ജില്ലാ കളക്ടർമാരും RDOമാരും പങ്കെടുക്കും. സമയബന്ധിതമായി ഈ പരാതികളിൽ പരിഹാരം കാണും എന്നാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ നിലപാട്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ പരിഹാരം കാണലിന് വേഗം പോരെന്ന വിലയിരുത്തലിലാണ് അടിയന്തര യോഗം. പരാതി പരിഹാരത്തിന് ജില്ലയിൽ സ്പെഷ്യൽ ഓഫീസർമാരെ നിയോഗിക്കുന്നതുൾപ്പെടെ ചർച്ചയാകും. പ്രതീക്ഷിച്ചതിലേറെ പരാതികൾ വരുമ്പോൾ കാലതാമസമുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പരാതികൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വരുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. 45 ദിവസം എന്ന് പറയുന്നത് സർക്കാരിന്റെ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി ചെയ്യാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ്. അല്ലാത്ത പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നതായി പല കാര്യത്തിലും കാണുന്നത്. നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ അങ്ങനെ, ക്യാബിനറ്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിക്കേണ്ടതാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാകും. പരാതികൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണാനുള്ള നടപടിയുണ്ട്. നവകേരള സദസ്സിനിടെ ഇതുവരെ 6 ലക്ഷത്തിലധികം പരാതികളാണ് ലഭിച്ചത്. ജനുവരി 1-2 തീയതികളിൽ എറണാകുളത്തെ നവകേരള സദസ്സ് കൂടി പൂർത്തിയാകുമ്പോൾ എണ്ണം ഇനിയും ഉയരും. പരാതി പരിഹാരം നീണ്ടുപോകുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ ആയുധമാക്കിയതോടെയാണ് സർക്കാരിന്റെ അടിയന്തര നീക്കം. 24 തിരുവനന്തപുരം. വിനീത വിജിക്ക് ഫുൾ സപ്പോർട്ട് എന്നാണ് സഹദേവൻ സി പറയുന്നത്. നന്ദി സഹദേവൻ പിന്തുണ അറിയിക്കുന്നതിന്. 24 എല്ലാ കമന്റുകളും പരിഗണിക്കാറുണ്ട് എന്ന് അസ്കർ പറയുന്നു. നേരത്തെ അനുകൂല കമന്റുകൾ മാത്രം പരിഗണിക്കാറുള്ളൂ എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. അതിന് പ്രേക്ഷകർ തന്നെ മറുപടി പറയുന്നു. 24 എല്ലാ കമന്റുകളും പരിഗണിക്കാറുണ്ട് എന്നുള്ളത്. വിനീത വിജിയുടെ കാര്യം ഇതുവരെ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് ഷാജി പൊയ്കയിൽ പറയുന്നത്. അങ്ങനെ കഴിയേണ്ട ഒന്നല്ലല്ലോ, അങ്ങനെ തീർക്കേണ്ട ഒന്നുമല്ലല്ലോ. അത് മാധ്യമപ്രവർത്തനത്തിന്, സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് അത്തരം നടപടികൾ. അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, അതിനി തുടരുകയും ചെയ്യും. അരിക്കൊമ്പൻ്റെ കാര്യം എന്താ എന്ന് ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അരിക്കൊമ്പൻ ജീവിച്ചിരിപ്പുണ്ടോ, എല്ലാവരും അതിനെ കൊന്നു തിന്നോ എന്നാണ് സംജിത്ത് സൗദി അറേബ്യയിൽ നിന്ന് ചോദിക്കുന്നത്. അരിക്കൊമ്പൻ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇപ്പോൾ ജനവാസ മേഖലയിലേക്കൊന്നും ഇറങ്ങുന്നതായി വാർത്തയില്ല. തമിഴ്നാട്ടിലാണല്ലോ ഉള്ളത്, അവിടെ അത്തരത്തിൽ വാർത്തകളൊന്നും വരുന്നില്ല. വരുന്ന സമയത്ത് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. ഡൽഹിയിൽ ഇസ്രായേൽ എംബസിക്കടുത്ത് സ്ഫോടനം.
ഡൽഹിയിൽ ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ പൊട്ടിത്തെറിയിൽ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേരുടെ ദൃശ്യങ്ങൾ പോലീസിന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. ഇവർക്കായി അന്വേഷണം തുടങ്ങി. ആക്രമണത്തിൽ ഭീകരാക്രമണ സാധ്യത തള്ളാതെ ഇസ്രായേൽ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്രത കുറഞ്ഞ പൊട്ടിത്തെറി എന്നാണ് ഡൽഹി പോലീസിന്റെ നിഗമനം. നിതിൻ അംബുജൻ ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഇത് ഇന്നലെ ഉണ്ടായൊരു പൊട്ടിത്തെറിയാണല്ലോ, പക്ഷേ പരിശോധനയൊക്കെ നടന്നു, ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് ഇന്നലെ വന്ന വാർത്ത. ഇപ്പോൾ എന്താണ് പുതിയ വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, ഇന്നിപ്പോൾ അല്പസമയം തന്നെ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയിൽ സമീപം ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. NSG കൂടാതെ ബോംബ് സ്ക്വാഡ് അടക്കം എത്തിക്കൊണ്ടാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. പരിശോധന ഇതുവരെ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് ഇസ്രായേൽ എംബസിയിൽ നിന്ന് 150 മീറ്റർ മാറി പൃഥ്വിരാജ് റോഡിലാണ് സ്ഫോടനമുണ്ടായത്. അവിടെ ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ 2 യുവാക്കളെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ ഒരു CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇവർ എവിടെ നിന്ന് വന്നു, എങ്ങോട്ടേക്കായിരുന്നു ഇവർ തിരിച്ചു പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഒരു തീവ്രത കുറഞ്ഞ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഫോടനം പൊട്ടിത്തെറിയുണ്ടായ സ്ഥലത്ത് നിന്നും പതാകയും ഒരു കത്തും കിട്ടിയിട്ടുണ്ട്. ഈ കത്തിൽ പലസ്തീൻ വിഷയമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അസഭ്യം നിറഞ്ഞ ഒരു ഭാഷയിലാണ് ഇസ്രായേൽ അംബാസിഡറെ അഭിസംബോധന ചെയ്ത ആ കത്തുള്ളത്. ഈ കത്ത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടരുന്നുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രദേശങ്ങളടക്കം ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ ഇസ്രായേലിൽ ഇതൊരു ഭീകരാക്രമണം എന്നൊരു സാധ്യത തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള ഇസ്രായേൽ പൗരന്മാരോട് ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ഒരു അറിയിപ്പ് നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ പ്രതികളെ ആരെയും പിടികൂടിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത്. സുരക്ഷയും അതോടൊപ്പം തന്നെ പരിശോധനയും കർശനമായി തുടരുകയാണ്. ഇതുവരെ ഡൽഹി പോലീസോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളോ ഇതൊരു ഭീകരാക്രമണം തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. ഒരു തീവ്രത കുറഞ്ഞ പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി നിതിൻ, ആരാണ് സ്ഫോടനത്തിന് പിന്നിൽ എന്നത് അറിയേണ്ടതുണ്ട്. CCTVയിൽ 2 പേരുടെ ദൃശ്യങ്ങളുണ്ട്. ഇതാരാണ് എന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. മജോ വർഗീസ് ഗുഡ് ആഫ്റ്റർനൂൺ മേഷ് എന്ന് പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മജോ. ശ്രീകാന്ത്, ദേവനാരായണൻ, അങ്ങനെ എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. രാജേന്ദ്ര വർമ്മ ഗുഡ് ആഫ്റ്റർനൂൺ മേഷ് എന്ന് പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ രാജേന്ദ്ര വർമ്മ. ജോസ്മിൻ ജോസഫ്, ക്രിസ്മസ് അടിച്ചു പൊളിച്ചു എന്നാണ് ചോദിക്കുന്നത്. പതിവ് പോലെ തന്നെ അങ്ങനെ അടിച്ചുപൊളിയൊന്നുമില്ല ജോസ്മിനെ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ചാനലാണ് 24 എന്നാണ് സക്കീർ കെ പ്രതികരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് 24 ശ്രമിക്കുന്നത്. സക്കീർ. കുഞ്ഞു മുഹമ്മദ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ കുഞ്ഞു മുഹമ്മദ്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. വിനീത വിഷയത്തിൽ 24ന് ഫുൾ സപ്പോർട്ടാണ് എന്ന് പറയുന്നു. പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കിടക്കുന്നു. ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 241 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വ്യക്തമാകുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21,000 കടന്നു. ഗസയിൽ യുദ്ധം മാസങ്ങളോളം നീണ്ടുപോയേക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹർസി ഹലൈവി പറഞ്ഞു. വിവിധ പ്രദേശങ്ങളിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. 400ഓളം പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ഗുരുതരമായ യുദ്ധക്കുറ്റം ആവർത്തിക്കുകയാണെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹബൂദ് അബ്ബാസ് കുറ്റപ്പെടുത്തി. ഇന്നലെ രാത്രിയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നർഷാംസ് അഭയാർത്ഥി ക്യാമ്പിൽ 6 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ തുറമുഖ നഗരമായ എയ്ലാത്ത് ആക്രമിച്ചെന്ന് യമനിലെ ഹൂത്തി വിമതർ അറിയിച്ചു. ഹൂത്തി ആക്രമണങ്ങളെ തുടർന്ന് നിരവധി ചരക്ക് കപ്പലുകളാണ് ജിബൂട്ടി തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ചെന്നൈ IOC പ്ലാന്റിലാണ് ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഒരാൾ ഈ അപകടത്തിൽ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്കുണ്ട്. തൊണ്ടയാർപേട്ടിലെ പ്ലാന്റിലാണ് ഈ അപകടമുണ്ടായത്. വിശദാംശങ്ങളുമായി മനേഷ് മൂർത്തി ഇപ്പോൾ ചെന്നൈയിൽ നിന്നും ചേരുന്നുണ്ട്. മനേഷ്, ഇത് എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നത് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടോ മനേഷ്? ഉന്മേഷ, അല്പസമയം മുമ്പാണ് അപകടം നടക്കുന്നത്. തൊണ്ടയാർപേട്ടിലെ EFC പ്ലാന്റിന് സമീപത്ത്, അതായത് ഒരു ടാങ്കറിന് സമീപത്താണ് ഈ ഒരു അപകടം. ടാങ്കറുമായി ബന്ധപ്പെട്ട വെൽഡിംഗ് ജോലികൾ നടക്കുകയായിരുന്നു. ആ വെൽഡിംഗ് ജോലി നടക്കുന്നതിനിടെയാണ് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഒരാൾ മരിച്ചിട്ടുണ്ട്, തൊഴിലാളിയാണ്. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളിയാണ്, പെരുമാൾ എന്ന് പറയുന്ന തൊഴിലാളിയാണ് മരിച്ചത്. മറ്റൊരു തൊഴിലാളിയായിട്ടുള്ള ശരവണന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ സ്റ്റാൻലി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം ആദ്യഘട്ടത്തിൽ അഗ്നിരക്ഷാസേന പറയുന്നത് ഈ വെൽഡിംഗ് ജോലികൾക്കിടെ ഉണ്ടായ പൊട്ടിത്തെറി
പൊട്ടിത്തെറിയാണ് എന്നുള്ളതാണ്. അത് വലിയ തോതിലുള്ള പൊട്ടിത്തെറിയിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. 5 അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റുകൾ വളരെ വേഗത്തിലെത്തി തീ അണച്ചതുകൊണ്ടാണ് വലിയ തോതിലേക്കുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്ലാന്റിലേക്കും മറ്റിടങ്ങളിലേക്കൊന്നും തീ വ്യാപിക്കാതെ നിയന്ത്രിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് കാര്യം. എന്തായാലും IOC പ്ലാന്റിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉന്മേഷ്. ശരി, മനേഷ് മൂർത്തിയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. ഒട്ടേറെ പ്രേക്ഷകർ വിനീത വിഷയത്തിൽ പിന്തുണ അറിയിക്കുന്നുണ്ട്. ശ്യാമ ശ്രീജിത്ത് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. താഹ ഐ സപ്പോർട്ട് 24 ന്യൂസ് ആൻഡ് വിനീത എന്ന് പറയുന്നു. ആ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ബിനോയ് ചോദിക്കുന്നത് ബ്ലാക്ക് ഷർട്ടാണല്ലോ ചേട്ടാ, പ്രതിഷേധമാണ് എന്നുള്ളതാണ്. ബ്ലാക്ക് ഷർട്ട് പ്രതിഷേധത്തിൻ്റെ അല്ല, അത് കയ്യിൽ കിട്ടിപ്പിടിച്ചിട്ടുണ്ട് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് പ്രതിഷേധത്തിൻ്റെ നിറമാണ്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്കൊന്നും അല്ല ഇട്ടിരിക്കുന്നത് എന്ന് ഓർക്കുമല്ലോ. റോബിൻ ബസിനെ ഇന്ന് MVD പിടിച്ചില്ലേ എന്നാണ് ജിൻഡോ ചോദിക്കുന്നത്. വിനീതയുടെ കോൾ ലിസ്റ്റ് കണ്ടിട്ട് ന്യായീകരിക്കാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കളോട് സംസാരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നടക്കുന്നതാണ്. വിവരങ്ങൾ അറിയിക്കുന്നതിനും വേണ്ടിയാണ്. അത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർക്ക് വ്യാഖ്യാനിക്കുക മാത്രമേ ഉള്ളൂ എന്നാണ് അതിനുള്ള മറുപടി. വിമർശനം സ്വാഭാവികം. 24 മുന്നോട്ട് പോവുക എന്ന നാസർ പറയുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നത്. തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അതൊരു വേദി പങ്കിടൽ വിവാദമാണ്. ആ വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂരിൽ CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ BJP നേതാവിനൊപ്പം ഏരിയ സെക്രട്ടറി വേദി പങ്കിട്ടതിലാണ് ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത്. തിയേറ്റർ ഉദ്ഘാടന വേദിയിലാണ് CPIM ഏരിയ സെക്രട്ടറി KR ജൈത്രനും കോടതി വെറുതെ വിട്ട BJP നേതാവ് AR ശ്രീകുമാറും എത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പരസ്യ വിമർശനവുമായി പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. കേസ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടായി എന്ന അമർഷം പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുമ്പോഴാണ് ഈ വേദി പങ്കിടൽ. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഈ സോഷ്യൽ മീഡിയയിലടക്കം എന്തൊക്കെ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് സൂരജ്? ഉന്മേഷ്, കൊടുങ്ങല്ലൂരിലെ CPMന്റെ തന്നെ രക്തസാക്ഷിയായിട്ടുള്ള KU ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ BJP നേതാവിനൊപ്പമാണ് പാർട്ടിയുടെ തന്നെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള KR ജൈത്രൻ ഇപ്പോൾ ഈ വേദി പങ്കിട്ടിരിക്കുന്നത്. വലിയ വിമർശനം അത് പ്രവർത്തകരിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. കാരണം ഈ ബിജുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ ഈ കേസിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നതാണ്. കാരണം ഈ കേസിൽ കോടതി പ്രതിയായിരുന്ന മുഴുവൻ പേരെയും കഴിഞ്ഞ ആഴ്ചയാണ് കോടതി വെറുതെ വിട്ടത്. ആ കേസിൽ വിധി പറഞ്ഞ് ഒരാഴ്ച പോലും തികഞ്ഞ ആ സമയത്താണ് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള BJP നേതാവിനൊപ്പം ഈ വേദി പങ്കിടുന്ന നടപടിയിലേക്ക് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി തന്നെ മാറിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ ഒരു തിയേറ്റർ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഇത്തരത്തിൽ ഇരുവരും വേദി പങ്കിടുന്ന നടപടിയിലേക്ക് പോയത്. അതേസമയം പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ജൈത്രൻ പറയുന്നത് താൻ ഒരിക്കലും ബോധപൂർവം വേദി പങ്കിട്ടതല്ല എന്നൊരു വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ വേദിയിൽ ആദ്യഘട്ടത്തിൽ ഈ BJP നേതാവ് ഉണ്ടായിരുന്നില്ല. ഉദ്ഘാടന സമയത്ത് മാത്രമാണ് ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തനിക്ക് ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നുള്ള ഒരു വിശദീകരണം ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇത് പാർട്ടി പ്രവർത്തകർ പോലും മുഖവിലക്കെടുക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അടക്കം പാർട്ടി ഏരിയ സെക്രട്ടറിക്കെതിരെ കടുത്ത വിമർശനവുമായി ഇപ്പോൾ ഈ പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉന്മേഷ്, ശരി, ഏതായാലും അതൊരു വിവാദമായി മാറുന്നു. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നിഷാദ് പറയുന്നത് ഒരു കള്ളവാർത്തയും വിലപ്പോകില്ല എന്നും സത്യമേ ജയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. ഒരു കള്ളവും അത്തരത്തിൽ വിജയിക്കില്ല. കള്ളവാർത്തയും എല്ലാ കാലത്തും ആ നിലയ്ക്ക് നിലനിൽക്കുകയും ചെയ്യുകയില്ല. നിഷാദ്. റഷീദ് TK ഉന്മേഷ് സുഖമാണോ എന്ന് ചോദിക്കുന്നു. സുഖമാണ് റഷീദ്. പ്രദീപൻ CP ഹായ് പറയുന്നുണ്ട്. അരുൺ ഹായ് ഞാൻ എത്തിയെന്ന് പറയുന്നു. മിന്നു ഹാഷ്മി പൊളിയെന്ന് പറയുന്നുണ്ട്. വിനീതയ്ക്ക് കട്ട സപ്പോർട്ടെന്ന് അലി മണ്ണാർക്കാട് പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രതികരണങ്ങൾ വരുന്നു. എന്നും 24-നൊപ്പമുണ്ട് എന്നാണ് അജ്മൽ നാസി പറയുന്നത്. ഹാഷ്മി എവിടെ പോയി അവധിയാണോ എന്ന് ഒരു അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം. ഹാഷ്മി ഇന്ന് ചെറിയൊരു ആരോഗ്യ പ്രശ്നം കാരണം വരാത്തതാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് ഒരിക്കൽ കൂടി അറിവിലേക്കായി പറയുകയാണ്. നമ്മളിന്ന് അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. പാലക്കാട് പിഞ്ച് കുഞ്ഞിനു നേരെ ലൈംഗികാതിക്രമം. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 77-കാരൻ പിടിയിലായി. നടുപ്പുണിയിൽ 3 വയസ്സുകാരിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത്. റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ 50 മീറ്റർ ദൂരേക്ക് കൊണ്ടുപോയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സാരമായി പരിക്കേറ്റ 3 വയസ്സുകാരി അപകടനില തരണം ചെയ്തുവെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.
നടുപ്പുണിയിലെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന്റെ പഴയ കെട്ടിടത്തിലാണ് നാടോടി കുടുംബം കഴിഞ്ഞിരുന്നത്. വൈകുന്നേരത്തോടുകൂടി വീട്ടിലെത്തി കുടുംബവുമായി അടുപ്പം സ്ഥാപിച്ച പ്രതി പുലർച്ചെയാണ് കുഞ്ഞിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത്. പുലർച്ചെ 5:30യോടെയാണ് കുഞ്ഞിനെ കാണാതായെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയുന്നത്. തിരച്ചിൽ നടത്തുന്നതിനിടെ വീടിന് പുറകിലെ കാടുപിടിച്ച പ്രദേശത്ത് നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ഓടിയെത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടിരുന്നു. കരയാതിരിക്കാൻ കുഞ്ഞിന്റെ കഴുത്ത് അമർത്തിപ്പിടിച്ചിരുന്നെന്നും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ നൈറ്റ് നല്ല തൂക്കത്തിൽ അവൻ വന്നിട്ട് കുഴந்தை തൂക്കിക്കൊണ്ട് പോന എല്ലാം ബ്ലഡ് പോട്ടിருக்க என்ன பிளட்டும் தெரியாது எல்லாம் களத்துக்குள்ள பிடிச்சிட்டு எல்லாம் நசுக்கி ஆக்கிட்டாங்க. 3 ചട്ടി പോട്ടിട്ട് രക്തം പോയിട്ട് இருக்குது കുഴந்தைക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ബന്ധുക്കളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷമാണ് പ്രതി പുലർച്ചെ വീണ്ടും എത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും പ്രത്യേക സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഇൻവെസ്റ്റിഗേഷനിൽ സോഫാർ മനസ്സിലായത് ഈ പ്രതി 77 വയസ്സുള്ള ആളാണ്. ഇയാൾ കന്ദസ്വാമിയാണ് പേര്. അപ്പോൾ ഇയാൾ ഇവിടുത്തെ ഹോട്ടലിൽ ഇവിടെയുള്ള ചെറിയ ചെറിയ കടകളിൽ അതെ മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി പൂർവിക വീട് ഇവിടെ കൊളിഞ്ചാമ്പാറയിലുണ്ട്. പക്ഷേ അയാൾ വീട്ടിൽ അവിടെ ആരും താമസിക്കുന്നില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മേഖലയിലെ സുരക്ഷാ വീഴ്ചയിൽ നാട്ടുകാർ ജില്ലാ പോലീസ് മേധാവിയെ പരാതി അറിയിച്ചു. 24 പാലക്കാട്. നാടിനെ നടുക്കുന്ന ഒരു സംഭവമാണ് അതിലിപ്പോൾ. പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂണും ഹായുമൊക്കെ പറയുന്നുണ്ട്. അഞ്ജന സുരേഷ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ അഞ്ജന. ജെബിൻ ജേക്കബ് ഹായ് ഫ്രം ജപ്പാൻ എന്നാണ് പറയുന്നത്. ഹായ് ജെബിൻ. സനോജ് ഹായ് പറയുന്നുണ്ട്. കാർത്തിക് ഹായ് പറയുന്നുണ്ട്. സുലൈമാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ അടുത്തിടെയായി കായിക താരങ്ങൾ അവാർഡുകൾ തിരിച്ചു ലഭിക്കുന്ന പ്രവണത കൂടുതലായി കാണുകയാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അടുത്തിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അത് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി കായിക താരങ്ങൾ മെഡൽ തിരിച്ചേൽപ്പിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. തനിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ തിരികെ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊക്കെ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോസ്വിൻ ചോദിക്കുന്നത് കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ കൂടുകയാണല്ലോ എന്നുള്ളതാണ്. അത് കണക്കുകൾ പരിശോധിക്കണം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിച്ചാലേ അത്തരത്തിലൊരു ആധികാരികമായ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ജോസ്വിൻ, ഒട്ടേറെ പ്രേക്ഷകർ അങ്ങനെ പല വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. ലത്തീഫ് പറയുന്നത് ഞാൻ ദുബായിൽ നിന്നാണ്, എനിക്കിപ്പോൾ ബ്രേക്കാണ്, ഞാൻ 24ൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നു. നന്ദി ലത്തീഫ് പിന്തുണ അറിയിച്ചതിന്. ഹാപ്പി ജേണി മെൽബിൻ ജോസ് അങ്ങനെ പറയുന്നു. ഒട്ടേറെ പ്രേക്ഷകർ സജീവമായി തന്നെ പങ്കെടുക്കുന്നു. മായ നികേഷ് ഹായ് പറയുന്നു. ജോബി പി ഹായ് പറയുന്നുണ്ട്. സോനു തങ്കച്ചൻ ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അരുൺ കെ ഞാൻ എത്തിയെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ ആ കമൻറ്റ് വായിച്ചിരുന്നതാണ്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകരൊക്കെ ഈ പ്രതികരണങ്ങൾ പറയുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചും ഹായ് അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കിടക്കുന്നു. തിരുവനന്തപുരം പോത്തൻകോട് നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാവ് പോലീസിന്റെ കസ്റ്റഡിയിലായി. മഞ്ഞമല സ്വദേശി സുരിതയെയാണ് പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് പുലർച്ചെ 3:30ഓടെയാണ് വീടിന് പിന്നാലെ കിണറ്റിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്തിയത്. കുഞ്ഞിനെ കിണറ്റിലിട്ടത് അമ്മ സുരിതയാണെന്ന നിഗമനത്തിലാണ് പോത്തൻകോട് പോലീസ്. സുരിത കടുത്ത വിഷാദത്തിലാണെന്ന് പോലീസ് വ്യക്തമാക്കി. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സുരിത സജി ദമ്പതികളുടെ 36 ദിവസം പ്രായമുള്ള മകൻ ശ്രീദേവിനെ കാണാതായത്. സുരിതയുടെ മഞ്ഞമലയിലെ വീട്ടിൽ വെച്ചാണ് സംഭവം. അടുത്ത് കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞിനെ കാണാതായ വിവരം സുരിത ഭർത്താവ് സജിയെ അറിയിച്ചു. തുടർന്ന് സജിയും ബന്ധുക്കളും ചേർന്ന് പോത്തൻകോട് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ ടവൽ വീടിന് പിന്നിലെ കിണറിന് മുകളിൽ നിന്ന് കണ്ടെത്തി. 3 മണിയോടെ ഫയർഫോഴ്സ് സംഘമെത്തി നടത്തിയ തിരച്ചിലിൽ കിണറിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഈ 4 ചുറ്റും നോക്കിയപ്പം കിണറ്റിന്റെ പുറത്ത് ടവല് കിടന്നു. ടവല് കിടന്നപ്പം കിണറ്റിൽ ഇട്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ടവൽ ഉപേക്ഷിച്ച് കൊണ്ടുപോയാന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിന് വല്ല കാട്ടിലെല്ലാം എടുത്ത് എറിഞ്ഞിട്ട് പോയാ എന്ന് പറഞ്ഞ് ഞാനും എന്റെ മരുമോന്റെ കൊച്ചിന് ഈ പെരയുടെ മൊത്തം നോക്കി നോക്കിയിട്ട് പിന്നെ പോലീസ് വന്ന് പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സുകാർ കിണറ്റിൽ നോക്കിയപ്പം കൊച്ച് കിണറ്റിലുണ്ടായിരുന്നു. അറിയാതെ സംഭവിച്ചൊന്നുമല്ല, കാരണം 36 ദിവസമേ ആയിട്ടുള്ളൂ. അടുത്ത ഞായറാഴ്ചയാണ് ഇതിന്റെ നൂലുകെട്ട് ചടങ്ങ് വരെ നടക്കുന്നത്. ഇത് നമ്മുടെ നാടിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയാണ് മാതാവ് സുരിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 തിരുവനന്തപുരം. ഒട്ടേറെ പ്രേക്ഷകർ സജീവമായി തന്നെ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. യൂട്യൂബിൽ സൽമ ഗഫൂർ ഹായ് പറയുന്നു. ഹായ് സൽമ. അസിത ഹായ് പറയുന്നുണ്ട്. ഹായ്
അസിത, യാസർ ഹുസൈൻ, സനീഷ്, MS, സരസ്വതി ഒക്കെ ഹായ് പറയുന്നുണ്ട്. അജയ് ഘോഷ് ഹായ് പറയുന്നുണ്ട്. പ്രസാദ് ചന്ദ്രൻ ഹായ്, സുഖമാണ് എന്നാണ് ചോദിക്കുന്നത്. സുഖമാണ് പ്രസാദ്. റിംഷ ഹനീഫ്, ബൈജു കുഞ്ഞപ്പൻ, ബൈജു ജോസഫ് ഇവരൊക്കെ അഭിവാദ്യം പറയുന്നുണ്ട്. തിരിച്ചും അവർക്കും അഭിവാദ്യം പറയുന്നു. മാത്യു ജൻസൺ ഹായ് പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. കരീം ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഹാഷ്മി സുഖമായിരിക്കട്ടെ എന്നാണ് അൻവറിൻ്റെ പ്രതികരണം. ഹാഷ്മി അടുത്ത ദിവസം തന്നെ ഈ പരിപാടിയുടെ ഭാഗമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹായ് ഉന്മേഷ്, ഭക്ഷണം കഴിച്ചു എന്നാണ് പാർക്കുട്ടി ചോദിക്കുന്നത്. ഭക്ഷണം കഴിച്ചില്ല. അജയ് ഘോഷ് ഹായ് പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ സജീവമായി തന്നെ ഈ പരിപാടിയുടെ ഭാഗമാകുന്നു. ആ പ്രേക്ഷക പിന്തുണയ്ക്ക് എല്ലാം നന്ദി പറയുകയാണ്. ഹാഷ്മി എവിടെയെന്ന് ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി നേരത്തെ പറഞ്ഞതാണ്. ഹാഷ്മിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഓർക്കുമല്ലോ. അടുത്ത ദിവസം ഹാഷ്മി പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും. നമ്മളിനിയും അടുത്തൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം തിരുവല്ലത്തെ 22-കാരിയുടെ ആത്മഹത്യ ഭർത്താവ് കുഞ്ഞിനെ കൊണ്ടുപോയതിലെ മനോവിഷമം കൊണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഷഹാനയുടെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് മാതാപിതാക്കളുടെ മൊഴിയെടുത്തത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഭർത്താവ് നൌഫലിനെയും മാതാവിനെയും പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നിയമത്തിന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള നടപടി സ്വീകരിക്കാം. അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതീവ ഗൗരവമുള്ള കാര്യം തന്നെയാണ്, അതീവ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. RDOയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഗാർഹിക പീഡനമടക്കമുള്ള ആരോപണങ്ങൾ ബന്ധുക്കൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തിരുവല്ലം പോലീസിന്റെയും തീരുമാനം. 24 തിരുവനന്തപുരം. ഒരു അക്കൗണ്ടിൽ നിന്ന് വരുന്ന നിറ്റ് സ്റ്റോറീസ് എന്ന അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണമാണ്. അതിങ്ങനെയാണ്: നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ലാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാറ്റഗറിയേ ഉള്ളൂ. അവരുടെ പേര് ജനങ്ങൾ എന്നുള്ളതാണ്. ജനങ്ങളാണ് ജനാധിപത്യത്തിൽ പരമമായ അധികാരസ്ഥാനത്തുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനാധിപത്യം. നമ്മൾ മാധ്യമങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ജനകീയ വിഷയങ്ങളിൽ അവർക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് മാധ്യമങ്ങൾ നടക്കുന്നത് എന്ന് ഓർക്കുമല്ലോ. അതുകൊണ്ട് അത്തരത്തിൽ ഒരു മാറ്റി നിർത്തലുണ്ട് എന്ന് പറയേണ്ടതില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെയും ഇവിടെ നിൽക്കുന്നത്. തൃശൂർ പുലക്കാട്ടുകരയിൽ പൊതുസ്ഥലത്തെ മദ്യപാനം ചോദ്യം ചെയ്ത ഗൃഹനാഥന് മർദ്ദനമേറ്റതിന് പിന്നാലെ ആളുമാറി മറ്റൊരാളെയും മർദ്ദിച്ചു. പുലക്കാട്ടുകര സ്വദേശി രമേശിന്റെ തലയിൽ ബിയർ കുപ്പി കൊണ്ട് അടിക്കുകയായിരുന്നു. തലയ്ക്ക് ക്ഷതമേറ്റ രമേശ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മദ്യപാനം ചോദ്യം ചെയ്ത പുലക്കാട്ടുകര സ്വദേശി ഓമ്പുള്ളി വീട്ടിൽ ബിനുവിനെ മർദ്ദിക്കാനെത്തിയ 15-അംഗ സംഘമാണ് ആളുമാറി രമേശിനെ മർദ്ദിച്ചത്. ബിയർ കുപ്പി കൊണ്ടുള്ള മർദ്ദനത്തിൽ തലയ്ക്ക് ക്ഷതമേറ്റു. പിന്നീട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ആളുമാറിയതാണെന്നും തങ്ങളോട് ക്ഷമിക്കണമെന്നും മർദ്ദിച്ചവർ അറിയിച്ചതായി രമേശ് പറയുന്നു. തിങ്കളാഴ്ച വൈകിട്ട് മണലിപ്പുഴക്കടവിൽ കുളിക്കാനെത്തിയതായിരുന്നു ബിനുവും മകളും സഹോദരന്റെ മകളും. ഈ സമയത്ത് പ്രദേശത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ബന്ധുവീട്ടിലെത്തിയ ഒരു സംഘം മദ്യവും മറ്റു ലഹരിയും ഉപയോഗിക്കുകയായിരുന്നു. പെൺകുട്ടികൾ ഉൾപ്പെടെ കുളിക്കുന്ന കടവിൽ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത ബിനു മടങ്ങി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് രാത്രി ബിനുവിന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തിയത്. ഇതിനിടയിലാണ് സംഘം ആളുമാറി രമേശിനെ മർദ്ദിച്ചത്. വീട്ടിലെത്തിയ സംഘം മുറ്റത്തു നിൽക്കുകയായിരുന്ന ബിനുവിനെ മർദ്ദിച്ചു. ബിനുവിന്റെയും സഹോദരന്റെ മക്കളുടെയും അരപ്പവൻ വീതം തൂക്കമുള്ള മാലയും പൊട്ടിച്ചെടുത്ത് സംഘം ഓടി. പിന്തുടർന്നോടിയ ബിനുവിനെ വഴിയിൽ കാത്തുനിന്ന സംഘത്തിലെ മറ്റുള്ളവർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ബിനുവിന്റെ പരാതിയിൽ കേസെടുത്ത പുതുക്കാട് പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. 24 തൃശൂർ. ജാസ്മിൻ പറയുന്നത്: ഹായ് ബ്രോ, 24 എപ്പോഴും മുന്നിൽ തന്നെ പ്രേക്ഷകർ ഒപ്പമുണ്ട് എന്നാണ് പറയുന്നത്. ആ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് ജർമ്മനിയിലുള്ള ആൽബർട്ടിൻ്റെ ബർത്ത്ഡേ ആണ് എന്നാണ് ആൽവിൻ ഡൊമിനിക്ക് പറയുന്നത്. ഹായ് ആൽബർട്ട്, പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു ആൽബർട്ടിനെ. ദിനംപ്രതി കോവിഡ് വകഭേദം വർദ്ധിക്കുന്നു എന്നൊരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിലക്കയറ്റം അതിരൂക്ഷം, സപ്ലൈകോ വിൽപ്പന പ്രഹസനമാണെന്ന് പറയുന്നുണ്ട് രാജേന്ദ്രൻ വയല. സപ്ലൈകോയിൽ പ്രതിസന്ധി ഉണ്ട്, അത് ഈ ക്രിസ്മസ് കാലത്തും ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു എന്നുള്ള അവകാശവാദങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ പ്രതികരിക്കുന്നു. ടോം ഹായ് പറയുന്നുണ്ട്. മൊയ്തീൻ കുട്ടിയും ഹായ് പറയുന്നുണ്ട്. രാജലക്ഷ്മി ചോദിക്കുന്നത് തിരുവാതിരയാണ് പുഴുക്ക് കഴിക്കാൻ വരുന്നു എന്നുള്ളതാണ് രാജലക്ഷ്മിയുടെ ചോദ്യം. വാർത്തയിൽ ജനങ്ങളെ, പ്രേക്ഷകരെ നേരിട്ട് പങ്കാളിയാക്കുന്നു 24. ഇതിന് അഭിനന്ദനങ്ങൾ എന്നാണ് അബ്ദുൽ സലാമിൻ്റെ പ്രതികരണം. ജേക്കബ് എ കെ ഹായ് പറയുന്നു. ഹായ് ജേക്കബ്. ഗംഗാധരൻ ഹായ് ഗംഗാധരൻ.
ഹായ് പറയുന്നുണ്ട് സൗദി അറേബ്യയിൽ നിന്ന്. അത് ഈ ഓളം എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. അത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ പേരെന്താണെന്നറിയില്ല. ഹായ് തിരിച്ച് പറയുന്നു. സലീം കുട്ടി ഹായ് പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ സജീവമായി തന്നെ പരിപാടിയുടെ ഭാഗമാകുന്നു. അതിനൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ കർണാടകയിൽ നിന്നുള്ളൊരു വാർത്തയിലേക്ക് അടുത്തായി കടക്കുന്നു. കർണാടകയിലെ ബംഗളൂരുവിൽ ഇംഗ്ലീഷ് ബോർഡുകൾക്കെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. കന്നഡ രക്ഷാവേദിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. നിരവധി ബോർഡുകൾ അടിച്ചു തകർത്തു. കന്നഡയിലുള്ള ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. മനേഷ് മൂർത്തിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ മനേഷ്, ഇത് ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അവിടെ നടക്കുന്നത് മനേഷ്? ഉന്മേഷ, നേരത്തെ തന്നെ നോട്ടീസ് നൽകിയ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു. അതായത് 28-ാം തീയതിക്കകം പരമാവധി ബോർഡുകൾ കന്നഡയിലാക്കണമെന്നുള്ളൊരു നിർദ്ദേശം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. 28 അവസാന ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ എല്ലാ ബോർഡുകളും മാറ്റണം എന്നുള്ളതാണ്, ഇംഗ്ലീഷിലുള്ള ബോർഡുകൾ അനുവദിക്കില്ല എന്നുള്ളതാണ് കന്നഡ രക്ഷാ വേദികയുടെ പ്രവർത്തകർ പറയുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ദേവനഹള്ളിയിൽ വലിയ തോതിലുള്ളൊരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷിലുണ്ടായിരുന്ന ബോർഡുകളിലെല്ലാം തന്നെ കറുപ്പ് പെയിന്റ് അടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ചില ബോർഡുകൾ ഇംഗ്ലീഷിലുണ്ടായിരുന്ന ബോർഡുകൾ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡുകൾ, ഇംഗ്ലീഷിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളെല്ലാം തന്നെ കീറി എറിയുന്ന ഒരു സ്ഥിതിവിശേഷം, അത്ര അതിരൂക്ഷമായ അല്ലെങ്കിൽ അത്ര വലിയ പ്രതിഷേധം തന്നെയായിരുന്നു ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. വലിയ തോതിലേക്ക്, അതായത് വീണ്ടും നാളെയാണ് അവസാന ദിവസം. ഈ പറഞ്ഞ ബോർഡുകൾ മാറ്റുന്നതിനുള്ള അവസാന ദിവസമായി കോർപ്പറേഷൻ നൽകിയിരിക്കുന്ന നാളെയാണ്. നാളെ കഴിഞ്ഞും സമാനമായ രീതിയിലാണ് പോകുന്നതെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ബംഗളൂരുവിൻ്റെ മറ്റു മേഖലകളിലേക്കൊക്കെ വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഈ കന്നഡ രക്ഷാ വേദികയുടെ പ്രവർത്തകരുടെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു. ഈ പ്രവർത്തകരെയൊക്കെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി, ഏതായാലും അത്തരത്തിലൊരു പ്രതിഷേധം ബംഗളൂരുവിൽ നടക്കുന്നു. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ് മനേഷ് മൂർത്തി റിപ്പോർട്ട് ചെയ്യുന്നത്. ആപ്സ് എന്ന അക്കൗണ്ടിൽ നിന്ന് നെയ്യാറ്റിൻകര താലൂക്കിലെ മഞ്ചവിളാകം സ്ഥലത്തെ എല്ലാവർക്കും ഹായ് പറയുമോ ഉന്മേഷ് എന്നാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും ഹായ് പറയുന്നു. ഒട്ടേറെ പ്രേക്ഷകർ ഹായ് പറയുന്നുണ്ട്. രേഖ, സുമേഷ് ചെറിയാൻ, സാലി ജെയിംസ്, മദീന, മുജീബ് ഒറ്റാലി ചോദിക്കുന്നത് മറിയക്കുട്ടിയുടെ വാർത്തകൾ എന്താ എന്നുള്ളതാണ്. മറിയക്കുട്ടിയുടെ വാർത്ത ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ വാർത്തകളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം മറിയക്കുട്ടി ഒരു കാര്യം പറഞ്ഞത് കേരളത്തിൽ BJP അധികാരത്തിൽ വരണം, അങ്ങനെ വന്നാലേ പെൻഷൻ ലഭിക്കുള്ളൂ എന്നൊരു പ്രതികരണം മറിയക്കുട്ടിയുടേതായി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇന്ന് അത്തരത്തിൽ വാർത്തകളൊന്നുമില്ല. ഗോപകുമാർ ഹായ് പറയുന്നു. അബ്ദുള്ള, കൃഷ്ണ, അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ ഹായ് പറയുന്നുണ്ട്. ദിലീപ്, അനീഷ, സുലൈമാൻ ഇടപ്പാൾ, നുഹ്മാൻ, ബാലകൃഷ്ണൻ, നിസാർ ഷാ, മൈദീൻ കുട്ടിയൊക്കെ ഹായ് പറയുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും തിരിച്ചും അഭിവാദ്യം പറയുന്നു. റോബിൻ ബസ് വാർത്ത എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ജേക്കബ് AK. റോബിൻ ബസ്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ അത് തടഞ്ഞു, പക്ഷേ വിട്ടയച്ചു. കോടതി വിധിയുള്ള പശ്ചാത്തലത്തിൽ എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. ഒട്ടേറെ പ്രേക്ഷകർ ഹായ് പറയുന്നു, തിരിച്ചും ഹായ് പറയുന്നു. വിനീത വിജിയുടെ കാര്യം എന്താ എന്ന് സാഫ്രി എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. വിനീത വിജിയുമായി ബന്ധപ്പെട്ട് അതിശക്തമായി തന്നെ 24 നിലപാട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പോലീസിന്റെ കള്ളക്കേസിനെതിരെ 24 നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. നമ്മൾ സ്കൂൾ കലോത്സവ വാർത്തയിലേക്ക് കടക്കുകയാണ്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും സ്കൂൾ കലോത്സവത്തിൻ്റെ തിരക്കുകളൊക്കെ ആരംഭിക്കും. കലോത്സവം കൊല്ലത്താണ് ഇത്തവണ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. സ്കൂൾ കലോത്സവത്തിൻ്റെ പാചകപ്പുരയിൽ ഇത്തവണയും പഴയിടം രുചിയെത്തും. വെജിറ്റേറിയൻ ഭക്ഷണം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ടെൻഡർ പിടിച്ചത് എന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി പറഞ്ഞു. വിവാദമുണ്ടാക്കിയവർ പശ്ചാത്തപിച്ചെന്നും ചില മുതലെടുപ്പുകൾ നടന്നുവെന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം 24നോട് പ്രതികരിച്ചു. കഴിഞ്ഞ സ്കൂൾ കലോത്സവ വേളയിലാണ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നൽകണമെന്ന ചർച്ച ഉയർന്നു വന്നത്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത് തുറന്നു പറഞ്ഞതോടെ സംഭവം വലിയ വിവാദമായി. ഇതോടെയാണ് ഇനി കലോത്സവത്തിന് പാചകം ചെയ്യില്ലെന്ന നിലപാട് പഴയിടം സ്വീകരിച്ചത്. ചില അനുനയ ശ്രമങ്ങൾ പിന്നീട് നടന്നുവെങ്കിലും പഴയിടം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ ഈ വർഷത്തെ കലോത്സവത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പുകയുള്ളൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് നിലപാട് മയപ്പെടുത്താൻ പഴയിടവും തീരുമാനിച്ചത്. വിവാദം ഉണ്ടാക്കിയ ആൾ തന്നെ കഴിഞ്ഞ തിരുവോണത്തിന് നടന്ന് ഇവിടെ വരികയും അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുകയും തെറ്റുപറ്റിയതായിട്ട് പറയുകയും അതിന് ഒരു പശ്ചാത്തലം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ പിന്നെ ആ ഒരു വിഷയം ഓൾറെഡി തീർന്നു കഴിഞ്ഞു. വിവാദമുണ്ടാക്കിയവർ തന്നെ തെറ്റ് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചു. എന്നാൽ അന്നത്തെ സംഭവത്തിൽ ചില മുതലെടുപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ടെന്നും പഴയിടം പ്രതികരിച്ചു. ഭക്ഷണമാണ് എന്റെ രാഷ്ട്രീയം, പക്ഷെ ഭക്ഷണത്തിൽ രാഷ്ട്രീയമില്ല. കാരണം അതൊരു രാഷ്ട്രീയം അതിൻ്റെ അകത്ത് കാണേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് പല ആൾക്കാർക്കും എന്തെങ്കിലും മുതലെടുപ്പുകൾ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അതൊന്നും കാണുന്നില്ല. വിവാദങ്ങളോട് തീവ്രമായിട്ടല്ല പ്രതികരിച്ചത്. ഇനിയും അങ്ങനെ തന്നെയാകും. പക്വതയോടെയാണ് കാര്യങ്ങളെ കാണുന്നതെന്നും പഴയിടം 24നോട് പറഞ്ഞു. ടോബി ജോൺസൺ, 24, കോട്ടയം.
അപ്പോൾ ഇത്തവണ കലോത്സവത്തിൽ പഴയിടത്തിന്റെ രുചിയുണ്ടാകും. കൊല്ലത്ത് കലോത്സവം നടക്കാൻ പോവുകയാണ്. സുലൈമാൻ അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂടുമെന്ന് പറയുന്നുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. പക്ഷേ അത് വിവാദമായി. ഒരു സമിതി അതുമായി ബന്ധപ്പെട്ടുണ്ട്. അന്തിമ തീരുമാനം ആയിട്ടില്ല. ഈ സബ്സിഡി സാധനങ്ങളുടെ അടക്കം വില വർധന അത്തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഏത് തരത്തിൽ വേണമെന്നുള്ള ആലോചനയിലാണ്. അന്തിമ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് റാം, ഹായ് ഉന്മേഷ്, സുഖമാണോ? ഐ ലൈക്ക് 24 എന്ന് പറയുന്നു. സുഖമാണ് സുരേഷ്. 1 കോടി ഫ്ലവേഴ്സ് 1 കോടി എന്നാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഓഡീഷനൊക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. തച്ചൻകോടുള്ള എല്ലാവർക്കും ഒരു ഹായ് പറയുമോ എന്നാണ് ബിജുകുമാർ ചോദിക്കുന്നത്. ഹായ്. ബിജുകുമാറിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ പ്രദേശത്തുള്ള എല്ലാവർക്കും ഹായ് പറയുന്നു. SK എന്നെ അന്വേഷിച്ചെന്ന് പറയണമെന്നാണ് MHD എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം. ഉറപ്പായും പറയാം. ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോകുന്നു? 24-ൽ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തുവെന്നാണ്. 24-ലും സെലിബ്രേറ്റ് ചെയ്തിരുന്നു ക്രിസ്മസ് കഴിഞ്ഞല്ലോ. നമ്മൾ ന്യൂ ഇയറിലേക്ക് കടക്കുകയാണ്. ഹാഷിമിൻ്റെ അടുത്ത ഇൻട്രോയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണെന്ന് മഹേഷ് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. വി ലവ് 24 എന്നാണ് സയ്യിദ് അനസിൻ്റെ പ്രതികരണം. അൻസാർ ബീഗം, പഴയിടത്തിൻ്റെ നിലപാടാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് അത്തരൊരു കമൻറ്റ് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നെപ്പോലുള്ള മാധ്യമ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണെന്നാണ് PR നന്ദനൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. 24 നൽകുന്ന വാർത്ത അതുതന്നെയാണ്. ഒരു മാധ്യമ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നന്ദന് നൽകാനുള്ള സന്ദേശം, വാർത്തയിലുള്ള നമ്മുടെ നിലപാടാണ് അത്തരത്തിലുള്ള സന്ദേശം എന്ന് നന്ദനോട് പറയുന്നു. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ സജീവമായി തന്നെ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത റിപ്പോർട്ടിൽ കിടക്കുന്നു. തുടർച്ചയായ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം നടന്ന പൂഞ്ച് രജൌരി മേഖലകൾ സന്ദർശിക്കും. സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സുരക്ഷാ അവലോകന യോഗം ചേരും. പൂഞ്ചിലും ബാരമുള്ളയിലുമുണ്ടായ ഭീകരാക്രമണങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് പ്രതിരോധ മന്ത്രാലയം കാണുന്നത്. സൈനിക മേധാവി മനോജ് പാണ്ഡെയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് സാഹചര്യം നേരിട്ട് വിലയിരുത്താൻ പ്രതിരോധ മന്ത്രിയും ജമ്മു കാശ്മീരിലെത്തിയത്. ജമ്മുവിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി പ്രതിരോധ മന്ത്രി സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. ഭീകരാക്രമണം നടന്ന പൂഞ്ച് രജൌരി മേഖല പ്രതിരോധ മന്ത്രി നേരിട്ടെത്തി സാഹചര്യം വിലയിരുത്തും. പ്രതിരോധ മന്ത്രിയുടെ ജമ്മു സന്ദർശനത്തിനിടെ ശ്രീനഗർ ബാരമുള്ള ഹൈവേയിൽ നിന്നും IED കണ്ടെത്തി. ലാവേപ്പോറയ്ക്ക് സമീപം കണ്ടെത്തിയ IED ബോംബ് സ്ക്വാഡെത്തി നിർവീര്യമാക്കി. പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് IED കണ്ടെത്തിയത്. 24 ഡൽഹി. കോടിയേരിയിൽ നിന്ന് കമല പി എല്ലാവർക്കും ഹായ് പറയുന്നു എന്നാണ് സജ്ജൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണമാണ്. കോടിയേരിയിൽ നിന്ന് കമല പി എല്ലാവർക്കും ഹായ് പറയുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നാണ് ഈ ന്യൂസ് കാണുന്നതെന്നും പറയുന്നുണ്ട്. യു ആർ സൂപ്പർ 24 എന്ന KG അക്കൗണ്ടിലെ ശരിക്കുള്ള പേര് അതല്ല എന്നാണ് കരുതുന്നത്. ഏതായാലും അത്തരമൊരു പ്രതികരണം വരുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രതികരണം. റിജോ മാത്യു പറയുന്നത് സ്പോർട്സ് ന്യൂസ് കൂടി പരിപാടിയുടെ ഭാഗമാക്കണമെന്നുള്ളതാണ്. അത് പ്രതീക്ഷിക്കുന്നത് പറയുന്നു. പ്രധാനപ്പെട്ട സ്പോർട്സ് വാർത്തകൾ, കായിക വാർത്തകൾ ഉള്ളപ്പോൾ നമ്മളത് ഈ പരിപാടിയുടെ ഭാഗമാക്കാറുണ്ട്. റിജോയുടെ അക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞ്, പലയിടത്തും കാഴ്ച പരിധി 50 മീറ്ററിൽ താഴെ എന്നാണ് റിപ്പോർട്ടുകൾ. മൂടൽമഞ്ഞ് ഉത്തരേന്ത്യയിലെ ട്രെയിൻ വിമാന സർവീസുകളെ ഇന്ന് ബാധിച്ചു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിലെ ദൃശ്യപരിധി 50 മീറ്ററിൽ താഴെയായി. പഞ്ചാബിലെ പട്യാല, ഉത്തർപ്രദേശിലെ ലഖ്നൌ, പ്രയാഗ്രാജ് എന്നിവിടങ്ങളിൽ 20 മീറ്ററിലും അമൃത്സറിൽ 0-ലുമെത്തി ദൃശ്യപരിധി. ഡൽഹി കൂടാതെ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് മൂടൽമഞ്ഞ് കനത്തത്. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ 110 വിമാനങ്ങളാണ് മൂടൽമഞ്ഞിനെ തുടർന്ന് വൈകിയത്. 25 ട്രെയിനുകൾ വൈകിയതായി നോർത്തേൺ റെയിൽവേ അറിയിച്ചു. ആഗ്ര ലഖ്നൌ എക്സ്പ്രസ് വേയിൽ വാഹനങ്ങൾ വേഗം കുറച്ചു പോകണമെന്നും ദൃശ്യപരിധി കുറഞ്ഞതിനാൽ അപകട സാധ്യതകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. മൂടൽമഞ്ഞിനോടൊപ്പം ഡൽഹിയിലെ വായുമലിനീകരണവും മോശം അവസ്ഥയിലെത്തി. 24 ഡൽഹി. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ പരിശോധിക്കാം. കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
അപ്പോൾ അതാണ് ഇന്നത്തെ താപനില. 3 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടുമൊക്കെ. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് പവിത്രൻ പാതിരപ്പറ്റ, അദ്ദേഹം സ്ഥിരം പ്രേക്ഷകരാണ്, അല്പം വൈകിപ്പോയി എത്താനെന്ന് പറയുന്നു. സാരമില്ല, ഇനി തുടർന്നാൽ മതി. രഞ്ജിത്ത് ഗോപിനാഥ് ചോദിക്കുന്നത് ഇതെന്താ ഹായ് വാർത്തയോ എന്നാണ് ചോദിക്കുന്നത്. രഞ്ജിത്ത്, ഒട്ടേറെ പ്രേക്ഷകർ 24-നൊപ്പമുണ്ട്. 24 അവരെ അത്രയ്ക്ക് വിലമതിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഹായ് പറയുമ്പോൾ തിരിച്ച് ഹായ് പറയുക എന്നത് മര്യാദയാണല്ലോ. നമ്മൾ ആ നിലയ്ക്കാണ് അതിനെ കാണുന്നതും. താങ്കളത് ഓർക്കുമല്ലോ എന്ന് പറയുന്നു. ഖദീജ ഉന്മേഷ് ഹായ് എന്ന് പറയുന്നുണ്ട്. ടോം, ഒപ്പം എഡ്വിൻ, ഒട്ടേറെ ആളുകൾ ഹായ് പറയുന്നു. തിരിച്ചും അവർക്കൊക്കെ അഭിവാദ്യം പറയുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരെ ED ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് കാണിച്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വാദ്രയും കേസിലെ കൂട്ടുപ്രതിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നാണ് പ്രത്യേക കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് റോബർട്ട് വാദ്രയ്ക്കെതിരായ EDയുടെ കണ്ടെത്തൽ. ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്ക് വേണ്ടി പ്രവർത്തിച്ച CC തമ്പിയുടെ അടുത്ത അനുയായിയാണ് റോബർട്ട് വാദ്ര എന്നാണ് കുറ്റപത്രം. ഇതുവഴി ലഭിച്ച വരുമാനം കൊണ്ട് ലണ്ടനിലെ ഒരു വീട് റോബർട്ട് വാദ്ര നവീകരിച്ചെന്നും ED കോടതിയെ അറിയിച്ചു. കേസിലെ മറ്റൊരു കൂട്ടുപ്രതി സുമിത് ചദ്ദയാണ് ഇതിനുവേണ്ട സഹായങ്ങൾ നൽകിയതെന്നാണ് EDയുടെ കണ്ടെത്തൽ. വാദ്രയും CC തമ്പിയും ഫരീദാബാദിൽ വസ്തു വാങ്ങിയതായും ഇവർ പരസ്പരം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും ED കണ്ടെത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് EDയും CBIയും അന്വേഷണം നടത്തുന്നത്. 24 ഡൽഹി. ബിനോയ് പറയുന്നത് എല്ലാ ദിവസവും 24 കാണുന്നു. UK വെയിൽസിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. 24-ൽ ഇനിയും തുടരുക. ഷാജി മോഹൻ പറയുന്ന എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്നുള്ളതാണ്. ഷാജിയുടെ മെസ്സേജ് വായിച്ചിരിക്കുന്നു. വിനീത വിജിയുടെ കാര്യം എന്തായെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതാണ്. 24 സധൈര്യം ആ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടാണ്. അനിയൻ കുഞ്ഞ് കലീക്കൽ എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നത്, ശ്രീകൃഷ്ണ, സൗദിയിൽ നിന്ന് ഞങ്ങൾ പ്രവാസികളുടെ സ്വന്തം ചാനലാണ്. ഡ്യൂട്ടി ടൈമിൽ പോലും ഞങ്ങൾ 24 ഫ്ലവേഴ്സും ഒക്കെയാണ് കാണുന്നത്. മറ്റൊരു ചാനൽ ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നന്ദി. ഫ്ലവേഴ്സിനും 24-നൊപ്പം തുടരുക. ഹുസൈൻ പറയുന്നത് ഹായ്, നമസ്കാരം ഹുസൈൻ. എഡ്വിൻ ഷാബു ഹായ്, ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നു. തിരിച്ച് എഡ്വിനും ഹാപ്പി ക്രിസ്മസ് കഴിഞ്ഞു എങ്കിലും പുതുവത്സരം വരാൻ പോകുന്നു. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ ഹായ് പറയുന്നുണ്ട്. പ്രേക്ഷക പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. കുർബാന തർക്കം തുടരുന്ന പെരുമ്പാവൂർ താന്നിപ്പുഴ പള്ളിയിൽ സംഘർഷം. ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള ശ്രമം വിശ്വാസികൾ തടഞ്ഞു. അൾത്താരയിൽ അതിക്രമിച്ച് കയറി പ്രശ്നമുണ്ടാക്കിയ 4 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു. താന്നിപ്പുഴ സെന്റ് ജോസഫ് പള്ളിയിൽ രാവിലെ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള ശ്രമമാണ് വിശ്വാസികൾ തടഞ്ഞത്. വൈദികനെതിരെ കടുത്ത എതിർപ്പുമായി വിശ്വാസികളിൽ ചിലർ അൾത്താരയിലെത്തി. വൈദികനെ അനുകൂലിച്ച് ഒരാൾ കൂടി എത്തിയതോടെ തമ്മിലടി. അൾത്താരയിൽ മൈക്ക് സ്റ്റാൻഡ് ഉപയോഗിച്ച് ആക്രമിക്കാനും ശ്രമം നടന്നു. തുടർന്ന് പോലീസ് എത്തി രംഗം ശാന്തമാക്കി. 4 പേരെ അറസ്റ്റ് ചെയ്തു. എതിർപ്പിനെ തുടർന്ന് പിന്നീട് ജനാഭിമുഖ കുർബാനയാണ് പള്ളിയിൽ അർപ്പിച്ചത്. 24 കൊച്ചി. മഞ്ജു പറയുന്നത് ഒരു ഹായ് തരുമെന്നുള്ളതാണ്. അപ്പൂപ്പന് ഹായ് പറയണമെന്നാണ് പറയുന്നത്. മഞ്ജുവിൻ്റെ അപ്പൂപ്പന് ഹായ് പറഞ്ഞിരിക്കുന്നു. ഹുസൈൻ രംഗട്ടൂർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. കരുവന്നൂർ വാർത്ത എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രത്യേകിച്ച് വാർത്തയൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. EDയുടെ അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ശ്യാംജിത്ത് ചോദിക്കുന്ന കലോത്സവത്തിന് ടെൻഡർ വിളിച്ചല്ലേ എല്ലാ ഏർപ്പാടുകളും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു വാർത്ത നൽകിയിരുന്നു. അത് ടെൻഡർ വഴി തന്നെയാണ് ഇടപാടുകൾ നടക്കുന്നതൊക്കെ. പഴയടം നമ്പൂതിരിയും അദ്ദേഹം അത്തരത്തിൽ കലോത്സവത്തിൻ്റെ ഭക്ഷണം തയ്യാറാക്കുന്നത് ടെൻഡർ വഴിയാണ് അദ്ദേഹം അത് നേടിയത്. ഹലോ ഫ്രം ന്യൂയോർക്ക് നിതിൻ ഗൗരിയുടെ പ്രതികരണമാണ്. വാർത്ത കേട്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നന്ദി നിതിൻ. 24-നൊപ്പം തുടരുക. 24-നൊപ്പം 24 മണിക്കൂറുമുണ്ട് എന്നാണ് ജലാൽ പറയുന്നത്. നന്ദി പറയുന്നു. ഹാഷ്മിക്ക് എന്ത് പറ്റിയെന്ന് ചോദ്യമുണ്ട്. ഹാഷ്മിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നം നാളെ ഉണ്ടാകും. ജെബിയാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. നമ്മളിനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം ഉയരുന്നു. JN1 വകഭേദം ഇതുവരെ ബാധിച്ചത് 109 പേർക്ക്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ. 36 പേർക്ക് അവിടെ രോഗം ബാധിച്ചു. കർണാടകയിൽ 34 പേർക്കും കേരളത്തിൽ 6 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കോവിഡ് ഉപഭേദമായ JN.1 അത് രാജ്യത്ത് ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. 109 പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡിന്റെ പുതിയ ഉപവകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഗുജറാത്തിലാണ്. 36 കേസുകൾ ഗുജറാത്തിലും 34 കേസുകൾ കർണാടകയിലും 14 കേസുകൾ ഗോവയിലും മഹാരാഷ്ട്രയിൽ 9, കേരളത്തിൽ 6, രാജസ്ഥാനിൽ 4, തമിഴ്നാട്ടിൽ 4,
തെലങ്കാനയിൽ 2 എന്നിങ്ങനെയാണ് ഇപ്പോൾ ഈ കോവിഡ് വകഭേദമായ JN.1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം അടക്കം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് രാജ്യങ്ങളിൽ പോലൊരു അത്തരത്തിലൊരു വ്യാപനത്തിലേക്ക് എന്തായാലും ഇപ്പോഴത്തെ ഉപവകഭേദം പോയിട്ടില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൈവിടാതെ മുന്നോട്ട് പോകണം. വരാനിരിക്കുന്നത് പുതുവത്സരാഘോഷമാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല ആഘോഷങ്ങളും സംസ്ഥാനങ്ങളടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങളുടെ സാഹചര്യം അടക്കം ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് കേസുകൾ ചെറുതായി ചിലയിടങ്ങളിലൊക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ടെന്നാണ് നിതിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ജേക്കബ് എ കെ തട്ടാമുകളിലെ ആളുകൾക്ക് വേണ്ടി ഹായ് പറയുമോ എന്നാണ് ചോദ്യം. ഹായ് എല്ലാവർക്കും വേണ്ടി പറയുന്നു. സനു മോഹൻ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് ആശിക്കാം. അർഹമായ ശിക്ഷ ലഭിച്ചാൽ പോലീസിനെ അഭിനന്ദിച്ച് അന്തിച്ചർച്ച 24 നടത്തുമെന്നാണ് റെഡ് കേരള എന്നൊരു അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം വരുന്നത്. 24-ന് അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടേറെ പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. നിലമ്പൂരിൽ 24-ന്റെ ലേഖകൻ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നെന്ന് പറയുന്നു. നിലമ്പൂരിൽ മാത്രമല്ല എല്ലായിടത്തും 24-ന്റെ റിപ്പോർട്ടർമാർ അങ്ങനെ വിശ്രമമില്ലാതെ തന്നെ പണിയെടുക്കുകയാണ്. വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 24 ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന വിനീത വിഷയത്തിൽ ഒട്ടേറെ പേരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും പിന്തുണയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നു. രാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. രാമക്ഷേത്രം മാത്രമല്ല BJPയുടെ ഒരു അജണ്ടയിലും വീഴാൻ പാടില്ല. കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ ക്ഷണം ലഭിച്ചവരോട് ചോദിക്കണമെന്നും PMA സലാമിന്റെ പ്രതികരണം വരുന്നു. പ്രതികരണത്തിലേക്ക് ആദ്യം. അല്ല, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇതിന് ക്ഷണവുമില്ല, ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടവരുമല്ല. ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഞങ്ങൾക്ക് നേരത്തെ മുതലുള്ളതാണ്. ആ നിലപാടിൽ ഞങ്ങൾ നിൽക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം പാർട്ടി നേതൃത്വം ആലോചിച്ച് അഭിപ്രായം പറയും. അല്ല, കോൺഗ്രസുമായി നമ്മൾ സഹകരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനും പള്ളി നിർമ്മാണത്തിനും ഒന്നും അല്ലല്ലോ, അത് രാഷ്ട്രീയമായിട്ടല്ലേ. ഇതിനെ സംബന്ധിച്ചൊക്കെ പാർട്ടി തലത്തിൽ ആലോചിച്ച് ദേശീയ പ്രശ്നമാണ്, ദേശീയ നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ട് മുസ്ലിം ലീഗ് അഭിപ്രായം പറയണമെങ്കിൽ പറയും, അത്രയേ ഉള്ളൂ. സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സമീർ, AICC നേതൃത്വം ഒപ്പം ഇവിടെ KPCC നേതൃത്വമൊക്കെ ഒഴിഞ്ഞുമാറുന്നൊരു കാഴ്ചയുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള ചോദ്യത്തിന് ലീഗ് പറയുന്ന നിലപാട് എന്താണ് സമീർ? ഉന്മേഷ്, പരസ്യമായി കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന് മുസ്ലിം ലീഗ് പറയുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗിന്റെ നിലപാട് കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന് തന്നെയാണ്. അത് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള പരാമർശമാണ് PMA സലാം ഇന്ന് നടത്തിയിരിക്കുന്നത്. രാമക്ഷേത്രം മാത്രമല്ല BJPയുടെ ഒരു അജണ്ടയിലും കോൺഗ്രസ് എന്നുള്ള മതേതര കക്ഷികൾ വീഴാൻ പാടില്ല എന്നുള്ളതാണ് PMA സലാം പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ കോൺഗ്രസിന്റെ വിഷയമാണ്, അതായത് ക്ഷണം ലഭിച്ചവർ തന്നെ അതുമായി ബന്ധപ്പെട്ട നിലപാട് പറയട്ടെ, തങ്ങൾ അതിൽ പറയാൻ ഇല്ല എന്നുള്ളതാണ് PMA സലാം വ്യക്തമാക്കി പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ഒരു തരത്തിലും ഇതിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. കാരണം ഇത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി കൂടിയാണ് കോൺഗ്രസിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് ലീഗ് നിലപാട്. തങ്ങളെ BJP ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരും ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് തങ്ങൾ അതിലൊന്നും തന്നെ പറയാനില്ല. കോൺഗ്രസിന്റെ കാര്യം അവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് നിലവിൽ പരസ്യമായി മുസ്ലിം ലീഗ് പറയുന്നത്. പക്ഷേ രഹസ്യമായി കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ അഭിപ്രായം. ഉന്മേഷ്. ശരി സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഷുവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജിക്കെതിരെ കേസെടുത്തതിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഭരണത്തിന്റെ ധിക്കാരം തലയിലേറ്റി ജനാധിപത്യത്തെ അടിച്ചമർത്തുകയാണ്. മൃഗീയമായി മർദ്ദിച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രിയും ആക്രമിക്കുന്നവർക്ക് ആദരവ് നൽകുന്ന കാഴ്ചയുമാണ് ഇപ്പോൾ കാണുന്നത് എന്നും PMA സലാം കുറ്റപ്പെടുത്തി. ജനങ്ങളെ മൃഗീയമായി, ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ജനങ്ങളെ മൃഗീയമായി മർദ്ദിക്കുന്ന ആളുകൾക്ക് ശിക്ഷിക്കില്ല, അവരുടെ പേര് കേസെടുക്കില്ല, അവർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ്. ഇതെന്ത് ഭരണ? ഇതൊരു വെള്ളരിക്കാപട്ടനായി മാറിയില്ലേ? അക്രമിക്ക് ഗുഡ് സർവീസ് ആദരവ് കൊടുക്കുക, ഈ ഇങ്ങനെ ഒരു ഭരണകൂടം ലോകം കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അവിടെ നിലമ്പൂരിൽ വനം വകുപ്പിന്റെ ഓഫീസുകളിൽ വിജിലൻസിന്റെ പരിശോധന നടക്കുന്നു. നിലമ്പൂർ നോർത്ത്, സൗത്ത് ഡിവിഷൻ ഓഫീസുകൾ, കനോലി, നെടുങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഒരേ സമയം ഈ പരിശോധന. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. സമീർ, എന്താണ് അറിയാൻ കഴിയുന്നത്? എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിശോധന? സമീർ.
വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലമ്പൂരിലുള്ള 4 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷൻ ഓഫീസുകൾ, ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രമായ കനോലി, ഒപ്പം തന്നെ നെടുങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെയും ഓഫീസുകളിലാണ് നിലവിൽ വിജിലൻസിന്റെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസം വകുപ്പിന്റെ ഫണ്ട് വിനിയോഗം നടക്കുന്നത് നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഈ വിജിലൻസ് പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പാസുമായി ബന്ധപ്പെട്ടും പരിശോധന നടക്കുന്നു. നേരത്തെ ഈ കനോലി പ്ലോട്ടിലൊക്കെ തന്നെ 1 മാസം മുന്നേ മാത്രമാണ് ഈ സന്ദർശകർക്കുള്ള പാസ് ഇലക്ട്രോണിക് രൂപത്തിലാക്കി മാറിയത്. അതിന് മുന്നേ തന്നെ ഒക്കെ മുറിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പാസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സൂചന നിലവിൽ വിജിലൻസിന് ലഭിച്ചിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് 4 ഓഫീസുകളിലും ഒരേ സമയം സംഘം പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ മുന്നെയാണ് വിജിലൻസ് സംഘം ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഉന്മേഷ്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ പരിശോധന നടക്കുന്നു. വിജിലൻസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടൂറിസം ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അവിടുത്തെ പരിശോധന എന്നാണ് പറയുന്നത്. ജലാൽ നാസി, സൗദിയിലുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി ഒരു ഹായ് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹായ്. ഒട്ടേറെ വിഷയങ്ങളുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 24 1000 ആശംസകൾ എന്ന നിസാമുദ്ദീൻ്റെ പ്രതികരണം വരുന്നു. ജോസ് കെ വി ഹായ് പറയുന്നുണ്ട്. ആര്യലക്ഷ്മി ഒരു ഹായ് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവിതയെ കാണാനില്ലല്ലോ എന്നാണ് മഞ്ജു പറയുന്നത്. ന്യൂസ് ഡെസ്കിലെ എല്ലാവരോടും അന്വേഷണം പറയണം, എല്ലാവരോടും അന്വേഷണം പറയാം. പ്രവിത കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. പ്രവിത തിരികെ എത്തും സ്ക്രീനിൽ അടുത്ത ദിവസം തന്നെ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കോഴിക്കോട് സ്വദേശി ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചേക്കും. മെഡിക്കൽ കോളേജ് ACP കെ സുദർശന്റെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയത്. കേസിൽ 2 ഡോക്ടേഴ്സും 2 നഴ്സസും പ്രതിയാണ്. ഇവർക്കെതിരെ കുറ്റപത്രം നൽകാൻ സർക്കാർ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. 2017 നവംബർ 30-നാണ് താമരശ്ശേരി സ്വദേശിനി ഹർഷീനയുടെ പ്രസവ ശസ്ത്രക്രിയ നടന്നത്. കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടത്തിയ 3ാമത്തെ പ്രസവത്തിലാണ് ഹർഷീനയുടെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയതെന്നാണ് കണ്ടെത്തൽ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റും മലപ്പുറം സ്വദേശിനിയുമായ ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ പെരുമണ്ണ പാലത്തുംകുഴി M രഹന, ദേവഗിരി കളപ്പുരയിൽ KG മഞ്ജു എന്നിവരാണ് കേസിലെ പ്രതികൾ. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ച് 1-നാണ് ഹർഷീന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. IPC 338 പ്രകാരം 4 പേരെയും പ്രതി ചേർത്താണ് റിപ്പോർട്ട്. 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. 24 കോഴിക്കോട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് ഒന്ന് കടക്കേണ്ടതുണ്ട്. ഏകീകൃത കുർബാന നടത്തിയ പള്ളികളുടെ വിവരങ്ങൾ തേടി എറണാകുളം അങ്കമാലി അതിരൂപത. ഡിസംബർ 25-ന് ഏകീകൃത കുർബാന നടത്തിയ പള്ളികളുടെ പട്ടിക നൽകണം എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഫെറോന വികാരിമാർക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പട്ടിക വത്തിക്കാന് കൈമാറും. അശ്വിൻ പാലാഴിയുണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, അപ്പോൾ ഒരു നിലപാട് കടുപ്പിക്കൽ, ഇതുമായി മുന്നോട്ട് പോകൽ, അതാണോ പ്രതീക്ഷിക്കേണ്ടത് അശ്വിൻ? ഉന്മേഷ്, ഡിസംബർ 25 മുതൽ എല്ലാ പള്ളികളിലും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പാക്കി തുടങ്ങണമെന്നുള്ളതായിരുന്നു മാർപ്പാപ്പയുടെ നിർദ്ദേശം. വത്തിക്കാനിൽ നിന്നെത്തിയ വത്തിക്കാൻ പ്രതിനിധി അടക്കം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് വ്യക്തമാക്കിയതുമാണ്. അന്നൊരു ധാരണയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയും വത്തിക്കാൻ പ്രതിനിധിയും എത്തിയിരുന്നു. അത് ഡിസംബർ 25-ന് 25-ന് മാത്രം ഒരു കുർബാന നടത്താം എന്നുള്ള ഒരു ധാരണയിലേക്കാണ് എത്തിയത്. അത് പ്രകാരം എല്ലാ പള്ളികളിലും ഒരു കുർബാന മാത്രം, ഡിസംബർ 25-ന് ഏതെങ്കിലും ഒരു കുർബാന മാത്രം ഇത്തരത്തിൽ ഏകീകൃതമായി നടത്താമെന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അവിടെ മാർപ്പാപ്പയുടെ നിർദ്ദേശം അങ്ങനെ നടപ്പാക്കാനുമായില്ല. എന്തായാലും ഇപ്പോൾ അന്ന് കുർബാന നടത്തിയ പള്ളികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ വത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പ്രകാരമാണ് ഫെറോനോ വികാരികൾക്ക് ഇപ്പോൾ അതിരൂപതയിൽ നിന്നും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ പള്ളികളുടെ പേര് വിവരങ്ങളടക്കം വിശദമായ വിവരങ്ങളടക്കം അതിരൂപതയിലേക്ക് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രേഖാമൂലം തന്നെ നൽകണം. അതിനുശേഷം അത് അതിരൂപത വത്തിക്കാനിലേക്ക് നേരിട്ട് നൽകും. അതിനുശേഷം വത്തിക്കാൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. മാർപ്പാപ്പയുടെ നിർദ്ദേശം അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഏതു തരത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള ഇടപെടലുകൾ വത്തിക്കാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. എന്തായാലും ഇന്നും കുർബാനയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ കൊച്ചിയിൽ തുടർന്നിരുന്നു. തർക്കം തീരുന്നില്ല. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. നടപടി ഇനി ഇക്കാര്യത്തിൽ വത്തിക്കാൻ എടുക്കുമെന്നുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്.
എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത, അത് 24 ബിഗ് ബ്രേക്കിംഗ് ആണ്. പോത്തൻകോട് നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മാതാവ് സുരിത തന്നെ. സുരിത കുറ്റം സമ്മതിച്ചു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിൽ എറിയുകയായിരുന്നു. മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് കൊലപാതകത്തിന് കാരണം. സുരിതയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ ഷാ, എന്തൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസിന് ചില നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ മാതാവ് തന്നെയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്നുള്ള ചില മൊഴികളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കുറച്ച് സമയം മുമ്പ് ഇപ്പോൾ മാതാവ് കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ ചില മാനസിക പ്രശ്നങ്ങളും തനിക്കുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ടാണ് ഈ കുഞ്ഞിനെ രാത്രി കിണറ്റിലേക്ക് എറിഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ സുരിത പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ, അതായത് ഈ മാതാവിൻ്റെ തൊട്ടടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ രാത്രി 2 മണിയോടുകൂടി ഈ വീടിൻ്റെ പുറകുവശത്തുള്ള കിണറ്റിൽ കൊണ്ട് എറിയുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ സുരിത പോത്തൻകോട് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. സുരിതയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് പുലർച്ചെ 2 മണി മുതലാണ് ഈ കുഞ്ഞിനെ കാണാതിരുന്നത്. ഈ കുഞ്ഞിനെ കാണാതായ സംഭവം ഉൾപ്പെടെ ബന്ധുക്കളോട് പറഞ്ഞത് ഈ മാതാവ് തന്നെയായിരുന്നു. അതിന് പിന്നാലെ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തി തിരച്ചിൽ നടത്തി. പിന്നാലെ ഫയർഫോഴ്സ് എത്തി നടത്തിയ അന്വേഷണത്തിലാണ് ഈ കിണറ്റിൽ നിന്ന് ഈ കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ കണ്ടെത്തിയതിന് പിന്നാലെ രാവിലെയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചു. ഈ കുട്ടിയെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ മാതാവിനെ കസ്റ്റഡിയിലെടുത്തത്. രാവിലെ മുതൽ ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഒടുവിലാണ് മാതാവിൻ്റെ കുറ്റസമ്മതം. ഏറ്റവും പ്രധാനമായും അവർ പറയുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധി തനിക്കും കുടുംബത്തിനും ഉണ്ടായിരുന്നു. ഒപ്പം ചില മാനസിക പ്രശ്നങ്ങൾ, വലിയ വിഷാദം, ഇതൊക്കെ കടന്നു പോകുന്നു. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി കൃത്യം ചെയ്തത് എന്നുള്ളതാണ് ഈ മാതാവ് സുരിത ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഉടൻ തന്നെ സുരിതയുടെ മൊഴി രേഖപ്പെടുത്തും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുമുണ്ട്. നാളുകളായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണോ അഖിൽ ഷാ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഉമേഷ്, ഈ പോലീസിനോട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നൊരു വിവരം, ഇവർക്ക് കുറച്ച് നാളുകളായി ചില ഈ വിഷാദവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് ചില മാനസിക പ്രശ്നങ്ങളും നേരിട്ടിരുന്ന ആളാണ് സുരിത എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. നേരത്തെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ, അതായത് ഈ വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ, ഭർത്താവുമായി പ്രശ്നങ്ങളുണ്ടോ, ഭർത്താവിൻ്റെ കുടുംബവുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ സുരിത മാതാവ്, ഈ കുഞ്ഞിൻ്റെ മാതാവ് സുരിത കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ മാതാവ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന് ഈ മാതാവിൻ്റെ പിതാവിനോട് പറയുന്നത്. അതിന് പിന്നാലെ ഈ പിതാവാണ് സുരിതയുടെ ഭർത്താവിന് വിവരം അറിയിക്കുകയും ഭർത്താവ് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. പോലീസ് എത്തി ആദ്യഘട്ടത്തിൽ ഈ പരിസരത്തൊക്കെയാണ് അന്വേഷണം നടത്തിയത്. എന്നാൽ ഈ കിണറിന് മുകളിൽ ഈ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ടവൽ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ഒരു സംശയം ഉണ്ടാവുകയും പിന്നാലെ ഈ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയും ഫയർഫോഴ്സ് കിണറിലിറങ്ങി ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടുന്നത്. കുഞ്ഞ് മരിച്ചിരുന്നു, കിണറ്റിൽ മരിച്ച നിലയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. പിന്നാലെ കുഞ്ഞിനെ അവിടെ നിന്ന് എടുക്കുന്നു. രാവിലെയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ മാതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ചില സൂചനകൾ നൽകി, നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയതാണ്. അതായത് ഈ പോലീസിൻ്റെ ഒരു നിഗമനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, ഈ മാതാവ് തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത്. എന്നാൽ അതിൽ എന്ത് കാരണമാണ് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. ഒപ്പം മാതാവ് കുറ്റം സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ മാതാവ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു. താനാണ് കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞിരിക്കുന്നു. കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഏതാണ്ട് 2 മണിയോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി പുറകിലുള്ള കിണറിൽ എറിഞ്ഞു എന്നുള്ളതാണ് മാതാവ് നൽകിയ മൊഴി. സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ, ഒപ്പം കടുത്ത വിഷാദം, ഇതൊക്കെയാണ് കാരണം എന്നുള്ളതാണ് പോലീസിന് ഈ ഘട്ടത്തിൽ സുരിത നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തും ഉടൻ. ശരി, അല്പസമയത്തിനകം അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അഖിൽ ഷാ അൻസാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അലി മണ്ണാർക്കാട് പറയുന്നത് കുട്ടികളോടുള്ള ക്രൂരതയ്ക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണം, ശിക്ഷ കടുപ്പിക്കണം എന്നുള്ളതാണ്. ആ നിലയ്ക്ക് തന്നെ ഈ സംഭവത്തിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗിരീഷ് അരീക്കൽ, പകൽക്കുറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1995 SLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം പുത്തൻകുളം കാവേരി പാർക്കിൽ നടന്നുവെന്ന് അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ കൂട്ടായ്മകളൊക്കെ നടക്കുന്നത് നല്ലതാണ്. ഞാൻ ഹാഷ്മിയുടെ ഫാനാണ്, എവിടെ പോയി ഹാഷ്മി എന്ന് വിപിൻ ചോദിക്കുന്നുണ്ട്. വിപിനെ, ഹാഷ്മിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്, നാളെ എത്തും. നേരത്തെ നമ്മളൊന്ന് പറഞ്ഞിരുന്നു, വിപിൻ അത് കേട്ടില്ല എന്ന് കരുതുന്നു. വീണ്ടും വിപിന് വേണ്ടിയിട്ട് അത് പറയുന്നു. പ്രവാസികളുടെ വാർത്തകൾ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥന വന്നിട്ടുണ്ട്. അതങ്ങനെയാണ്. പ്രവാസി വിഷയങ്ങളിലൊക്കെ അവരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മൾ വാർത്തയാക്കാറുണ്ട്. നമ്മുടെ ഗൾഫ് ഫോക്കസ് എന്ന 12 മണി ബുള്ളറ്റിനും ആ നിലയ്ക്കാണ്. ഗൾഫിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ അതിൻ്റെ ഭാഗമാക്കുന്ന ബുള്ളറ്റിനാണ്.
എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. വിവാദങ്ങൾക്കിടയിലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാവുകയാണ്. ഈ മാസം 30-ന് പ്രധാനമന്ത്രി അയോധ്യ സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷ നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാമക്ഷേത്രത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അയോധ്യയിൽ നിന്ന് രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജനുവരി 22-ന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ സജീവമാകുന്ന ഈ സമയത്ത് എന്താണ് അയോധ്യയിലെ ഈ ശ്രീരാമ ക്ഷേത്ര നിർമ്മാണ മേഖലയിൽ നടക്കുന്നത്? അതാണ് പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തൊട്ടുപിന്നിൽ കാണുന്നതാണ് നിർദ്ദിഷ്ട ശ്രീരാമ ക്ഷേത്ര നിർമ്മിതി. ഈ 3 നിലകളിലായിട്ടാണ് ശ്രീരാമ ക്ഷേത്രം ഇവിടെ ഒരുങ്ങുന്നത്. 3 നിലകളിൽ ആദ്യത്തേത് ഗർഭഗൃഹമാണ്, രണ്ടാമത്തേത് രാംസഭയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട മേഖലകളുടെ ഒരു ഉദ്ഘാടനം ആണ് നടക്കുന്നത്. 3ാമത്തെ നിലയുടെ ഇനിയും അത് പൂർത്തിയാകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീടായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് 22-ാം തീയതി നടക്കുന്ന ജനുവരി 22 നടക്കുന്ന ഈ ചടങ്ങിലാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ വേഗത്തിൽ തന്നെ അത് നിശ്ചയിക്കപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഈ ചടങ്ങിന് മുന്നോടിയായിട്ട് വളരെ വേഗത്തിൽ ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് ഏതാണ്ട് 4000-ഓളം തൊഴിലാളികൾ രാപകൽ പണിയെടുക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. പല മേഖലകളിൽ തയ്യാറാക്കി മുൻപ് തന്നെ വെച്ചിരുന്ന കല്ലുകൾ ഇവിടേക്ക് എത്തിച്ച് ക്ഷേത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു കാഴ്ച, അതിനനുബന്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൊത്തുപണികൾ ഒക്കെ നടക്കുന്നു. ഗ്രാനൈറ്റുകൾ പതിപ്പിക്കൽ അടക്കമുള്ളവ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുമെങ്കിലും തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ തുടരും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മണ്ഡലം അടക്കമുള്ള നമ്മുടെ ദക്ഷിണേന്ത്യയിൽ മാത്രം ആചരിച്ചു വരുന്ന മണ്ഡലം അടക്കമുള്ള ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഉദ്ഘാടനം അടുക്കുന്ന പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഒരു മാസം മാത്രം ശേഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ രാപകൽ വ്യത്യാസമില്ലാതെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അത് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ ചടങ്ങുകൾ, അത് വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ളവയ്ക്കായി പ്രധാനമന്ത്രി 30-ാം തീയതി എത്തുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഒരുക്കങ്ങൾ അയോധ്യയിൽ നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം നിർദ്ദിഷ്ട ശ്രീരാമ ക്ഷേത്ര മേഖലയിൽ നിന്നും അയോധ്യയിൽ നിന്നും രാധാകൃഷ്ണൻ, 24. അവിടെ അന്തിമ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മളൊരു വാർത്തയിലേക്ക് പോകുന്നു. താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക്. ചുരം 6-ാം വളവിൽ ചരക്ക് ലോറിയും 7-ാം വളവിൽ KSRTC ബസ്സും കുടുങ്ങിയതാണ് ഗതാഗത കുരുക്കിന് കാരണമായത്. രാവിലെ ടൂറിസ്റ്റ് ബസ്സും കുടുങ്ങിയിരുന്നു. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഥില ബാലനാണ് ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങൾ വായിച്ചിരുന്നത്. മിഥില, വലിയ തിരക്കാണോ, വലിയ കുരുക്കാണോ ഇപ്പോഴും? ഉന്മേഷ്, ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. കാരണം ഉച്ച സമയമാണ്. ഈ സമയത്ത് സാധാരണ താമരശ്ശേരി ചുരത്തിൽ തിരക്ക് കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അവധി സമയമാണ്. മാത്രമല്ല ന്യൂ ഇയർ വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിലോട്ട് എത്തുന്ന ആളുകളുടെ, വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് 6-ാം ചുരത്തിലാണ്. ഇവിടെയാണ് 6-ാം വളവിലാണ്. ഈ ഒരു വളവിലാണ് രാവിലെ ചരക്ക് ലോറി കേടായത്. അതിനെ തുടർന്നായിരുന്നു വൻതോതിൽ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്കുണ്ടായത്. എന്നാൽ നിലവിൽ സ്ഥിതി ശാന്തമാണ്, അല്ലെങ്കിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് കാണാം, ഏത് സമയത്തും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ ഇവിടെ ഏത് തരത്തിലുള്ള അപകടം ഉണ്ടാവുകയാണോ, ബ്ലോക്ക് ഉണ്ടാവുകയാണോ ചെയ്യുകയാണെങ്കിൽ ഒരു വിളിക്കപ്പുറത്ത് ഈ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ ഏത് സമയത്തും ഇവിടെ ഉണ്ടാകും. എനിക്കൊപ്പം അവർ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ബ്ലോക്ക് എങ്ങനെയായിരുന്നു? രാവിലെ ഒരു 7 മണി 6:55-നാണ് തിരുവനന്തപുരത്ത് നിന്ന് ബത്തേരിക്ക് വരുന്നൊരു എമറാൾഡ് എന്ന ബസ്സുണ്ട്. അവർ ഡീസലിരുന്ന് കുടുങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ശരി മിഥില, ഏതായാലും ആ പ്രതിസന്ധി ഇപ്പോൾ പരിഹരിക്കപ്പെട്ടല്ലോ. അവരോട് സംസാരിക്കുക, നമ്മൾക്ക് അത് അടുത്ത ബുള്ളറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഏതായാലും പ്രതിസന്ധി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നാണ് മിഥില ബാലൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ബോൺ നദാലെ വർണ്ണാഭമാക്കാൻ ഒരുങ്ങി തൃശൂർ പൗരാവലിയും അതിരൂപതയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 10,000-ലേറെ പാപ്പമാർ പങ്കെടുക്കും. 4 മണിക്കാണ് ഇതിന്റെ ഫ്ളാഗ് ഓഫ്. സൂരജ് സജ്ജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞോ? സൂരജ്,
ഉന്മേഷ്, എന്തായാലും തൃശൂർ നഗരം അങ്ങനെ കീഴടക്കാൻ ഈ പാപ്പാമാരൊക്കെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ സെന്റ് മേരീസ് കോളേജിന് സമീപം ഈ പ്ലോട്ടുകൾ തയ്യാറാക്കുന്ന സ്ഥലത്താണ്. അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ പാപ്പാമാരൊക്കെ വസ്ത്രം ധരിച്ചൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ 2-3 കുട്ടി പാപ്പാമാരൊക്കെ ഉണ്ട്. എന്തായാലും ഇവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാന്ന് തോന്നുന്നു. എന്താണ്, എങ്ങനെയുണ്ട്, സന്തോഷമൊക്കെ ഉണ്ടോ? നല്ല രസമുണ്ട്, സന്തോഷമുണ്ട്. നേരത്തേക്ക് വന്നിട്ടുണ്ടോ നമ്മളിങ്ങനെ? വന്നിട്ടുണ്ട്. പാപ്പ ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഇവിടെ വരുമ്പോ എന്താ തോന്നാറ്? നല്ല രസമുണ്ട്, എല്ലാരും കാണാൻ പറ്റും, എല്ലാരായിട്ട് നല്ല ഇതാവും. എന്തോ ഒരു അനുഭവം എന്താ മോളുടെ? എല്ലാരും കൂടെ നടക്കാനും. ക്രിസ്മസ് അങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. ആ, ഇനിയിപ്പോ ഈ ബോൺനത്താല തുടങ്ങാൻ ഒരു മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു പ്രതീക്ഷ, ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി? ഒരുക്കങ്ങൾ നമ്മൾ എത്തിച്ചേരേണ്ട പാപ്പന്മാരെല്ലാം ഒരുവിധം സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷനുകൾ കഴിഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4:30-5 മണിക്കുള്ളിൽ റൗണ്ടിൽ നമ്മൾ പരമാവധി എത്തിച്ചേരും. പാപ്പന്മാർ അതുപോലെ തന്നെ ടേബിളുകളെല്ലാം എത്തിച്ചേരുന്നതായിരിക്കും. എല്ലാവരും ഈ തൃശ്ശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന ബോണത്തലയിൽ പങ്കെടുക്കാൻ, കാണാനായിട്ട് വരിക, സഹകരിക്കുക, കൂടുതൽ ഉന്മേഷഭരിതമായി തീർക്കുക. ഉന്മേഷ്, എന്തായാലും ഇത്തവണ 10,000-ലധികം ശരി സൂരജ്, ഏതായാലും 4 മണിക്ക് അത് ആരംഭിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തുമല്ലോ. പ്രേക്ഷകർക്കായി ആ വാർത്താ കാഴ്ചകൾ നമ്മൾ എത്തിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷക പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. 24 തുടരുക. ഗുഡ് ആഫ്റ്റർനൂൺ പൂർത്തിയാകുന്നു.